ഹലോ, ഒഡിബിൾ ആണോ ഞാൻ? ഓഡിബിൾ ആണ്. ഓക്കെ. ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ കാണും, എങ്ങാനും കട്ടാവണേ എന്നെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ. സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ പോർഷൻസ് നമുക്ക് കവറായി പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒരു ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു 150 ഡേയ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ സിലബസിനെ പറ്റി ഡിസ്കഷൻ തന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പറ്റി ഡിസ്കഷൻ തന്നതാണ്. ലാസ്റ്റ് വീക്ക് നമുക്ക് ഇലക്ട്രിക്കലിൽ ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സബ്ജക്റ്റിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസിനെ പറ്റിയുള്ള ഡിസ്കഷൻ തന്നതായിരുന്നു. ഇനി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ ഇനി വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെഷനാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഒരു 150 ഡേയ്സ്, ഒരു 5 months ഉണ്ടെങ്കിൽ ആ 5 months കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഇപ്പൊ 150 ഡേ എന്ന് പറഞ്ഞാൽ പോലും സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ടി വരില്ല. ഒരു ഡെയിലി നിങ്ങൾക്ക് ഒരു 4 to 6 hours യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഒരു രാവിലെ ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ, ഈവനിങ്ങിൽ ഒരു 2.5 ഒരു 3 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി ഒരു 4 to 6 hours നിങ്ങൾക്ക് മാറ്റിവെക്കാൻ, എഫക്റ്റീവ്ലി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, ജോലി ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ മാക്സിമം ഒരു 6 to 8 hours മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനൊരു ഗുഡ് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ എങ്ങനെ അപ്പിയർ ചെയ്യാം എന്ന് തരുന്ന ഒരു സെഷനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ സെഷൻ. നമ്മൾ 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമുക്ക് പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ്, ലാസ്റ്റ് ടൈം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ദെൻ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്, പ്രീവിയസ് എക്സാമിന്റെ ഡീറ്റെയിൽസ്, ദെൻ സ്റ്റഡി പ്ലാൻ, ദെൻ കുറച്ച് റെഫറൻസസും കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ക്ലാസ് ഇലക്ട്രിക്കലിന്റെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർക്ക് വേണ്ടി ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 30/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ബിടെക് ഉള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഉള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ 30/2024 ആണ്. ദെൻ സാലറി സ്കെയിൽ വരാണ് 5200 to 1,05,300 ആണ് ആ ഒരു പേ സ്കെയിൽ വരുന്നത്. വേക്കൻസീസ് നിലവിൽ പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നിലവിൽ PSC നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. ദെൻ ഏജ് ലിമിറ്റ് 18 to 36 ആണ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് ടൈമിലുള്ള റിക്രൂട്ട്മെന്റിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർ എഫക്റ്റീവ് ആയത് 2021 റാങ്ക് ലിസ്റ്റ് വന്നിരുന്നത്. റാങ്ക് ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഓൾമോസ്റ്റ് 75 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 75 കാൻഡിഡേറ്റ്സും സപ്ലിമെന്ററിയിൽ അറൌണ്ട് 74 കാൻഡിഡേറ്റ്സ് ആയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 46.33 മാർക്സ് ആയിരുന്നു. 46.33 ആയിരുന്നു മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നത്. മാക്സിമം മാർക്ക് 67 സംതിങ് ആയിരുന്നു, 67 ആയിരുന്നു മാക്സിമം റിട്ടേൺ എക്സാമിന്റെ മാർക്ക് വന്നിരുന്നത്. അപ്പൊ 46 ആണ് മെയിനിന്റെ കട്ട് ഓഫും വന്നിരുന്നത്. ദെൻ സപ്ലിമെന്ററി ഓൾമോസ്റ്റ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഇഴവ കാറ്റഗറിയിൽ അറൌണ്ട് 15, ദെൻ SUST 7 and 7, ദെൻ ബാക്കിയുള്ള കാറ്റഗറിയിൽ അറൌണ്ട് 5 കാൻഡിഡേറ്റ്സ് വെച്ചിട്ടൊക്കെ ആയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ 58 അഡ്വൈസ് ലാസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ 46 റാങ്ക് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈയിടെ തന്നെ 57, ദെൻ സപ്ലിമെന്ററി ബാക്കിയുള്ള കാറ്റഗറിയിലെല്ലാം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നുണ്ട്. SC 4, ST 4, ST 1, ദെൻ LCയിൽ 3, OBCയിൽ അപ് ടു 50 വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സപ്ലിമെന്ററിന്ന് അത്യാവശ്യം ആ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ് ടു 58 അഡ്വൈസസ് ആണ് ലാസ്റ്റ് ടൈം കൊടുത്തിരുന്നത്.
അപ്പോൾ ഇത്തവണ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നിലവിൽ നമുക്ക് PSC ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം നമുക്കിനി നേരെ സ്റ്റഡി പ്ലാനിലോട്ട് പോകാം. സിലബസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് തന്നെ ഈ സ്റ്റഡി പ്ലാനിൽ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരു സെപ്പറേറ്റ് സിലബസിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ തരുന്നില്ല. പറഞ്ഞു പോകുമ്പോഴേക്ക് സിലബസിനെ പറ്റി നിങ്ങൾക്ക് തരാം. ഫസ്റ്റ്ലി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു എക്സാം പറയുന്നത് ഫോർ ഓൾ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സ്, ഫോർ ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. ഇപ്പം സിവിൽ ആകാം, മെക്കാനിക്കൽ ആകാം, ഇലക്ട്രിക്കൽ ആകാം, ഇലക്ട്രോണിക്സ് ആകാം, കമ്പ്യൂട്ടർ സയൻസ് ആകാം, എന്ത് വേണമെങ്കിലും ബിടെക് ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് കാൻഡിഡേറ്റ്സ് കാണും. ലാസ്റ്റ് ടൈമിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് ഇലക്ട്രിക്കൽ വന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 15,000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 15,000 കാൻഡിഡേറ്റ്സ് ഇലക്ട്രിക്കൽ മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഗുഡ് എമൗണ്ട് ഓഫ് കാൻഡിഡേറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു എക്സാമിന് വേണ്ടി തന്നെ. അത് നിങ്ങളും പ്രതീക്ഷിക്കുക, അത്ര നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതിൽ സിവിൽ വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, ദെൻ മാനേജ്മെന്റ് പേപ്പർ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ പേപ്പർ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് CS 6 മോഡ്യൂൾസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ കാൻഡിഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നല്ല ടഫായിരിക്കും. മെക്കാനിക്കൽ സ്റ്റുഡന്റ് എടുക്കുകയാണെങ്കിൽ സിവിൽ നല്ല ടഫായിരിക്കും, ഇലക്ട്രോണിക്സ് വലിയ ടഫായിരിക്കും. ഇലക്ട്രിക്കൽ എടുക്കുകയാണെങ്കിൽ സിവിൽ സബ്ജക്ട് ടഫായിരിക്കും ആൻഡ് മെക്കാനിക്കൽ സബ്ജക്ട് ഒരു പരിധി വരെ ടഫായിരിക്കും. ദെൻ ഇലക്ട്രോണിക്സ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സിവിൽ, മെക്കാനിക്കൽ പോലുള്ള സബ്ജക്ട് പാടായിരിക്കും. CS എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആൻഡ് സിവിലും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഞാനൊരു സിവിൽ സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞ് ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾ വിട്ട് കളയാതിരിക്കുക. വൈ? ബിക്കോസ് ഈക്വൽ ഷെയറിംഗ് ആയിരിക്കും. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 മോഡ്യൂൾസ് ആണ് നമുക്ക് നിലവിൽ. ഇതെല്ലാം പറയുന്നത് 2018 സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കാം മോസ്റ്റ് പ്രോബബിളി ഈ ഒരു സിലബസ് ഇത്തവണ വരുന്നത്. മോസ്റ്റ് പ്രോബബിളി 100% പറയുന്നില്ല, മോസ്റ്റ് പ്രോബബിളി ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ഷെയറിംഗ് അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു പ്രൊപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യാം. ഇപ്പോൾ മാനേജ്മെന്റ് പേപ്പറിന് ഒരിക്കലും 16 മാർക്സ്, ഇപ്പോൾ 100/6 എന്ന് പറയുമ്പോൾ 16 മാർക്സ് ആണ്, 60.6 അല്ലെങ്കിൽ 17 മാർക്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് പേപ്പറിന് ഒരിക്കലും ഒരു 16 മാർക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. നേരെ മറിച്ച് ഇപ്പൊ സിലബസ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലും, ഇലക്ട്രോണിക്സും, കമ്പ്യൂട്ടർ സയൻസും കുറച്ച് വാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അതിൽ കുറച്ച് പ്രയോറിറ്റി ഒരു 20 മാർക്സ്, ദെൻ നമുക്ക് ഇലക്ട്രോണിക്സിൽ ഒരു 20 മാർക്സ്, സിവിലിനൊക്കെ അറൌണ്ട് ഒരു 17-18 മാർക്സ്, അങ്ങനെ ഒരു പ്രയോറിറ്റി മോസ്റ്റ് പ്രോബബിളി വരാൻ സാധ്യത ഉണ്ട്. ഈക്വൽ ഷെയറിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സബ്ജക്ട് വിട്ടുകളയാൻ, ഞാൻ സിവിൽ ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ പഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആരും വിട്ടുകളയരുത്. അത്യാവശ്യ സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ടഫ് ഉള്ളത് അത് പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിച്ച് തുടങ്ങുക. അല്ലാതെ ഒരു സബ്ജക്ട് ഈ ഒരു സിലബസ് രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു മോഡ്യൂൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ മോഡ്യൂളും 6 മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ 6 മോഡ്യൂൾസും തറവായിട്ട് തന്നെ പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ഇനിയും സഫീഷ്യന്റ് ടൈം ഉണ്ട്. എനിക്കൊന്ന് മെയിൽ ആയിരുന്നു, നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് മെയ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു ഡിസംബർ ജനുവരി കാലഘട്ടത്തിനുള്ളിൽ, ഒരു ഫെബ്രുവരി കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് എക്സാം വരാം. ഇതിപ്പം ഒക്ടോബർ ആയില്ല, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസമുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ലാസ്റ്റ് ടൈം ഫ്രെയിം ആണ് നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫെബ്രുവരി നമുക്കൊന്ന് പറയാം. ഫെബ്രുവരി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു 3-4 മാസം കൂടെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ഒരു 4 മാസം നിങ്ങളുടെ ക്രൂഷ്യൽ ടൈം പീരീഡ് ആയിരിക്കും. വൈ? ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പം കുറച്ച് സ്ലോ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന കാലഘട്ടമാണ്. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്ലോ ആയിട്ടായിരിക്കില്ല, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ടൈം കട്ടായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിം ആണ് കറന്റ് ഒക്ടോബർ ഇന്നത്തെ 5th 7th അല്ലേ, ഒക്ടോബർ 7th എന്ന് പറയുന്ന ഒരു ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പയ്യെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവാം. പക്ഷെ സ്റ്റഡി ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. സ്റ്റഡി കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ വിത്തിൻ 100 ഡേയ്സ്, വിത്തിൻ 3 months നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ദെൻ വരുന്ന ഒരു 60 ദിവസം അല്ലെങ്കിൽ 150 ഡേയ്സ് ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, ഒരു 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള
സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും റിവിഷൻ അല്ല നമുക്ക് വേണ്ടത്. ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ്. എല്ലാ സെഷനിലും ഞാൻ പറയുന്നതാണ്, റിവിഷൻ ചെയ്തുകൊണ്ടോ സിലബസ് ചെയ്തുകൊണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം, പക്ഷെ ഒരിക്കലും ടോപ്പ് ലിസ്റ്റിലോട്ട് വരില്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതി 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 മിനിമം ഒരു 40-50 മോക്ക് ടെസ്റ്റുകൾ, ഇപ്പം ഏത് സോഴ്സിൽ നിന്നാവട്ടെ, നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കണ്ടെത്തുന്ന മോക്ക് ടെസ്റ്റുകളാകാം, നമ്മൾ തരുന്ന ക്ലാസ് ടെസ്റ്റുകളാകാം, ഏതും ആയിക്കോട്ടെ, കിട്ടുന്ന റിസോഴ്സസിൽ നിന്നൊക്കെ മോക്ക് ടെസ്റ്റ് എഴുതുക. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് എങ്ങനെ നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കുള്ളൂ. എങ്ങനെ ആൻസർ കിട്ടാമെന്നതിനേക്കാളുപരി എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പല്ലാത്ത ഉത്തരത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകാം. ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ശരി ഉത്തരമാകാം, പക്ഷേ അത് ഒരു 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 നഷ്ടമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. എത്രത്തോളം നെഗറ്റീവ് കുറയ്ക്കുന്നു അത്രത്തോളം നിങ്ങളുടെ സ്ഥാനം കയറിയേ വരത്തുള്ളൂ. സോ മോക്ക് ടെസ്റ്റ് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതുക, മാക്സിമം എമൗണ്ട് ഓഫ് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, പ്രോപ്പർ റിവിഷനും കൂടെ സമയം കണ്ടെത്തുക. ഇനി നമുക്ക് സിലബസിലേക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതെല്ലാം ബേസിക്കലി നമ്മൾ S1 S2 കാലഘട്ടത്തിൽ, നമ്മുടെ ബിടെക്കിന്റെ സമയത്ത് നമ്മൾ S1 S2 കാലഘട്ടത്തിൽ പഠിച്ച ബേസിക് എഞ്ചിനീയറിംഗിലെ സബ്ജക്റ്റുകളെ ബേസ് കൊണ്ടുള്ളതാണ്. സോ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഒരു 35 വയസ്സുള്ള ഒരു കാൻഡിഡേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ പഠിച്ചത് 2007, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ 2007 ആണ് ഫസ്റ്റ് ഇയർ പഠിച്ചത്, അല്ലെ? ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 17 ഇയേഴ്സ് ബാക്കിൽ നമ്മൾ പഠിച്ച ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. മാനേജ്മെന്റ് ഒക്കെ ഒരു S3 S6 ആയിരുന്നു MG യൂണിവേഴ്സിറ്റിക്കാരാണ് പഠിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ബേസിക്കലി അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഈ പറയുന്നത് പ്യോർലി തിയറിറ്റിക്കലാണ്. നമുക്ക് ഒരു അനാലിസിസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പ്യോർലി തിയറിറ്റിക്കലാണ്. നിങ്ങൾ ഒരു പ്രോപ്പർ നോട്ടൊക്കെ എഴുതി അത് വായിച്ചു പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സംഭവം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ വായിച്ച് പഠിക്കുക എന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. വൈ? ബിക്കോസ് ഇത് ഞാനിപ്പോൾ പറയുന്ന ഒരു നോൺ സിവിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. സിവിൽ സ്റ്റുഡൻസിന് അവര് പഠിച്ച് തഴക്കം വന്ന ടോപ്പിക് ആയിരിക്കും, നിങ്ങൾക്ക് ഫുട്ബോൾ എഴുതാൻ പറ്റുന്ന ടോപ്പിക് ആയിരിക്കും ഇതൊക്കെ, അല്ലെ? അപ്പൊ നോൺ സിവിൽ കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പോകാം. ഫസ്റ്റ്ലി വരുന്ന മെറ്റീരിയൽസ്, അതായത് ബ്രിക്സ്, അതിന്റെ വെറൈറ്റീസ്, അതിന്റെ സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്സ്, അത് തിയററ്റിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇതിനകത്ത് എല്ലാം വരുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രിക്സ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അതിന്റെ ഗുഡ് ബ്രിക്സിന് വേണ്ടിയുള്ള കുറെ കണ്ടീഷൻസ്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഗെയിൻ ഞാൻ പറയുന്നു, ഒരു ഡെയിലി ഒരു 3 to 4 hours, ഒരു 4 to 6 hours ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ പറയാണ്. മിനിമം 4 hours എങ്കിലും, രാവിലെ 2 മണിക്കൂർ, രാത്രി 2 മണിക്കൂർ, എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ സഫീഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു പോകുന്നത്. സോ ബ്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഒരു മിനിറ്റ്. ബ്രിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം വരുന്നു സിമെന്റ്. രണ്ടാമത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ വെറൈറ്റീസ്, ഗ്രേഡ്സ് ഓഫ് സിമെന്റ് ആൻഡ് യൂസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു M.Tech കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു AP എക്സാമിന് വേണ്ടി ഈ ഒരു സെയിം സിലബസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. AP എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ബേസിക് സിവിലും ബേസിക് മെക്കാനിക്കലും ഒക്കെ നിങ്ങൾ അന്ന് പഠിച്ചതായിരിക്കും. ദെൻ ബിടെക് ഉള്ള കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ദെൻ വരുന്ന ഡേ 3 നമുക്ക് സ്റ്റീൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെ? ദെൻ ടൈപ്സ് ഓഫ് സ്റ്റീൽ, ദെൻ അതിന്റെ റീഇൻഫോഴ്സ്മെന്റ് ബാർസ്, സ്റ്റീൽ സ്ട്രക്ചർ സെക്ഷൻസ്, അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു 3rd ഡേ നമുക്ക് റിവൈസ് ചെയ്യാൻ നമുക്ക് നോക്കാൻ സാധിക്കും. ദെൻ അഗ്രിഗേറ്റ്സ്, ടൈപ്സ് ആൻഡ് റിക്വയർമെന്റ് ആൻഡ് ഫുഡ് അഗ്രിഗേറ്റ്സിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ദെൻ 5th ഡേ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സിവിൽ ടോപ്പിക് എന്ന് പറയുന്ന മൂന്ന് സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് മെറ്റീരിയൽസ്, ദെൻ കൺസ്ട്രക്ഷൻ ആൻഡ് സർവേയിങ്. ഈ 3 തരത്തിലാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സിലബസ് പോകുന്നത്. ഇപ്പം എഗെയിൻ ഞാൻ പറയുന്നു, ഇത് നമ്മുടെ സിലബസിന്റെ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ട് സബ്ജക്ട് അത് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യാം.
ഒന്ന് പറയാനുള്ള ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ മെന്റാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിലെ മനസ്സ് മടുത്ത് പോയാൽ നിങ്ങൾക്ക് ബാക്കി പഠിക്കാൻ പാടായിരിക്കും. അങ്ങനെ മെന്റാലിറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇവാലുവേഷൻ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഏതാണ്? ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ തുടങ്ങിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, തുടക്കത്തിൽ ഒരു ഫ്ലോ അങ്ങ് കിട്ടും. ആ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ ഒരു സബ്ജക്ട് കഴിഞ്ഞ് നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അങ്ങനെ നിങ്ങൾ മിക്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതോ കൺവീനിയന്റ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ മിക്സപ്പ് ചെയ്യുക. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ഒരു സബ്ജക്ട് തന്നെ പഠിക്കാതെ പല സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഒരു ആദ്യത്തെ 5 ദിവസം നിങ്ങളൊരു സബ്ജക്ട് പഠിച്ചു, അല്ലെങ്കിൽ സിവിലിന്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു, നെക്സ്റ്റ് ഒരു 5 days നിങ്ങൾക്ക് ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ട് ഈ ഒരു കാര്യം മൂവ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു 15 ദിവസവും കണ്ടിന്യൂസ് സിവിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾക്കാണെങ്കിലും ഒരു 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 ബോർഡം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അത് മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താണോ വഴികളുള്ളത് ആ വഴി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ സബ്ജക്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ മിക്സ് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് കോൺക്രീറ്റ് ആണ് വരുന്നത്. ഡേ 4 നമുക്ക് അഗ്രിഗേറ്റ്സ് വരുന്നു. അതിനുശേഷം നിങ്ങൾ കോൺക്രീറ്റ്, ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ IS കോഡ്, ദെൻ വാട്ടർ സിമെന്റ് റേഷ്യോ, വോക്കബിലിറ്റി, മിക്സിംഗ്, ബാച്ചിങ്, കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിംഗ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 2 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുമായിരിക്കും ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. ഒരു ദിവസം കൊണ്ട് തീരും തോന്നുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു ഡേ 5 വേണ്ടി ഞാനത് ഇട്ടിരിക്കുകയാണ്. കുറച്ച് വാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ. ദെൻ ഒരു 6th ഡേ നമ്മൾ ഇത്രയും പഠിച്ച ഫസ്റ്റ് പോർഷനെ റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഡേയും കൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സപ്പോസ് 5th ഡേ കൊണ്ട് തീർന്നില്ലെങ്കിൽ ആ റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് ജസ്റ്റ് മിച്ചമുള്ള ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ സാധിക്കും. ദെൻ ഇതിനെപ്പറ്റി തന്നിരിക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ക്ലാസ് ടെസ്റ്റുകൾ, ഓരോന്നിനും ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അത് റിവൈസ് ചെയ്യാൻ സാധിക്കും. എഗെയിൻ നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടോപ്പിക്ക്. ദെൻ നെക്സ്റ്റ് ഡേ 7 വരുമ്പോഴേക്കും പിന്നെ വരുന്ന കൺസ്ട്രക്ഷൻ പാർട്ടാണ് നിങ്ങളുടെ സിവിലിൽ വരുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ പാർട്ട് വരുമ്പോഴേക്കും പാർട്സ് ഓഫ് ബിൽഡിംഗ്, ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് കുറച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ നോക്കാം. അതിനുശേഷം സ്പ്രെഡ് ഫൂട്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ, ദെൻ റാഫ്റ്റ്, പൈൽ ആൻഡ് വെൽ ഫൗണ്ടേഷൻ, അതിന്റെ പറ്റി കുറച്ച് കാര്യങ്ങൾ. ദെൻ ഡേ 9 വരുമ്പോഴേക്കും മേസണറി ആണ് വരുന്നത്. റബിൾ മേസണറി, ബ്രിക്ക് മേസണറി ആൻഡ് ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു മേസണറി സ്ട്രക്ചേഴ്സിന്റെയും, ഇതൊന്നും വലിയൊരു ടോപ്പിക് അല്ല, ചെറിയ തിയറിറ്റിക്കൽ ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന, ഇരുന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ഷന്റെ പാർട്ട് വരുമ്പോഴേക്കും ഒരു 3 days കൊണ്ട് തീർക്കാം. എഗെയിൻ നമുക്കൊരു ഫ്രീ ഡേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫ്രീ ഡേ ഇൻ ദ സെൻസ് ഒരു റിവൈസ് ചെയ്യാനുള്ള ഡേ. റിവിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റിവിഷൻ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടാൻ എന്നാണ് ബേസിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ റിവിഷൻ ഒരു 2 മണിക്കൂർ റിവിഷൻ സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്ലാസ് ടെസ്റ്റ് എന്ന് നോക്കാൻ സാധിക്കും. ദെൻ വരുന്നതാണ് സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സർവേയിങ്ങിൽ വരുന്നത് ചെയിൻ സർവേയിങ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, സർവേയിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ റേഞ്ചിങ്, ചെയിനിങ് സർവേ ലൈൻ, field work and field books, a selection of survey stations, unit of land area. ഒരു മിനിറ്റ്. അതിനുശേഷം അതൊരു നമുക്ക് രണ്ടാമത്തെ ഡേയിലോട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷമാണ് GPS വരുന്നത്. ഇപ്പൊ മോഡേൺ ടെക്നോളജി ഒക്കെ ഉള്ള സർവേയിങ്ങിന് വേണ്ടിയുള്ള, പണ്ട് നമ്മൾ ചങ്ങല എടുത്തെറിയുന്ന പോലെ അറിയിപ്പെല്ലാം GPS ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ മാപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ മെത്തഡോളജി, അതിന്റെ ബിഹൈൻഡ് വരുന്ന മെത്തഡോളജീസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് GPS വരുന്നത്. അതിനുശേഷം GIS മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരും, ഇൻട്രൊഡക്ഷൻ ടു GIS മാപ്പിംഗ്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ഒക്കെ വരുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ് വരുന്നത്, ദെൻ അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, മോഡേൺ സർവേ എങ്ങനെയാണ്, ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്നത് മോഡേൺ സർവേയിങ് മെത്തേഡ്സ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് കൊണ്ട്, അവസാനത്തെ 2 ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ
ഡേ 15 നമുക്ക് റിവിഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സർവേയിങ്ങിന്റെ പോർഷന് വേണ്ടിയുള്ള ഒരു റിവിഷൻ സെഷൻ ആയിട്ട് നമുക്ക് തേർഡ് സെഷൻ നമുക്ക് തേർഡ് സെഷന്റെ റിവിഷന് വേണ്ടി ഡേ 15 യൂസ് ചെയ്യാം. സോ ഏറ്റവും സ്ലോ ആയിട്ട് പോയാൽ പോലും നമുക്ക് സിവിലിന്റെ ബേസിക് സിവിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒരു 15 ഡേയ്സ് കൊണ്ട്, ഇപ്പൊ 15 ഡേയ്സ് കൊണ്ട് തീർക്കാം പോട്ടെ, എന്നാലും ഒരു 17 ഡേയ്സ് നമുക്ക് സപ്പോസ് ഇടാം, ഒരു 17 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 15 to 17 ഡേയ്സ് കൊണ്ട് നമുക്ക് ബേസിക് സിവിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് നിലവിൽ സിലബസിൽ വന്നിരിക്കുന്നത്. എല്ലാം പ്യോർലി തിയറട്ടിക്കലാണ്, പ്രത്യേകിച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷെ ഏക പ്രശ്നം സിവിൽ അല്ലാത്ത കാൻഡിഡേറ്റ്സിന് കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കണം. ഞാനൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സിവിൽ എടുത്ത് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഇരുന്ന് വായിക്കണം. ഒരു ബുക്ക് എടുക്കുക, അതിനുശേഷം ഓരോന്നും വായിച്ച് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി മാത്രമാണ് നമുക്കിതിനകത്തുള്ളത്. സോ ടൈം കൺസ്യൂമിംഗ് ആണ്. പറയാൻ നോൺ സിവിൽ കാൻഡിഡേറ്റ് ടൈം കൺസ്യൂമിംഗ് ആണ് ഈ ഒരു പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഞാനൊരു 15 കൊടുത്താലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന പോലെ ഒരു 15 to 17 അല്ലെങ്കിൽ 15 to 18 ടൈം ഡ്യൂറേഷൻ നിങ്ങൾക്ക് കൺവീനിയന്റ് ആണ്. ഇതൊക്കെ ഒരു ഐഡിയൽ കേസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി വരുന്നതാണ് ഇൻഡസ്ട്രിയൽ. ഒരു കാര്യം കൂടെ, ഇതിനകത്ത് നമുക്കൊരു 15 to 18 മാർക്സ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ടോപ്പിക് 15 to 18 മാർക്സ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. മാനേജ്മെന്റ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, എക്കണോമിക്സിന്റെ പഠിച്ചിട്ടുള്ളതാണ്. പണ്ടത്തെ കാൻഡിഡേറ്റ്സ്, പുതിയ കുട്ടികൾ ഏത് സബ്ജക്റ്റിലാണെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ. അപ്പോൾ ആ കാലഘട്ടത്തിലും എക്കണോമിക്സിന് വേണ്ടി പഠിച്ചിട്ടുള്ളതാണ്. പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പൾ ഓഫ് ഗുഡ് ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം നമുക്ക് ഒരു ഡേ പ്രൊവൈഡ് ചെയ്യാം. ഇതും ഈ പറയുന്ന പോലെ പ്യോർലി തിയറട്ടിക്കലാണ്. ദെൻ ക്വാളിറ്റി പ്ലാനിങ് ആസ് ഡെവലപ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ്, ആൻഡ് തേർഡ് ടോപ്പിക് വരുന്നത് ക്വാളിറ്റേറ്റീവ് ടെക്നിക് ഇൻ മാനേജ്മെന്റ് മെറ്റീരിയൽ ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ആൻഡ് മെത്തേഡ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രൊജക്ട് അനാലിസിസ്. അതായത് ബേസിക്കലി ഒരു മാനേജ്മെന്റിന്റെ ടോപ്പിക്കിലോട്ട് വരുന്നതാണ്. നമ്മൾ പണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ച ആ ഒരു ടോപ്പിക്കാണ് വരുന്നത്. ബേസിക്കലി മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ കുറച്ച് തിയറട്ടിക്കൽ ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ. ദെൻ ക്വാളിറ്റി പ്ലാനിങ് ഉണ്ട്, നമ്മുടെ ഒരു പ്രൊജക്ട് പ്ലാനിങ്, പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് സെക്കൻഡ്ലി നമുക്ക് ക്ലാസ് ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ ക്വാളിറ്റേറ്റീവ് ടെക്നിക്കൽ മാനേജ്മെന്റ്, ദെൻ മെറ്റീരിയൽ ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ, മാനേജ്മെന്റിന്റെ സ്കിൽസ് തന്നെയാണ്. ദെൻ മെത്തേഡ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് പ്രൊജക്ട് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതും ബുള്ളറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ട് ആ ബുള്ളറ്റ്സ് റിവൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് കുത്തിപ്പിടിച്ചത് വായിക്കുന്നതിനേക്കാളും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ ഫോളോ ചെയ്ത് ആ ബുള്ളറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. വായിച്ച് തീർക്കാനുള്ള ടോപ്പിക്കാണ് വരുന്നത്. അതിൽ ഒരു ഡേ നമുക്ക് എക്സാംസ് എഴുതാൻ വേണ്ടിയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേ 20 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 5 ഡേയ്സ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണുള്ളത്. ഇതിലൊരു 10 to 15 മാർക്സ് ഒക്കെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ചെറിയൊരു ടോപ്പിക്കാണ് വരുന്നത്. 10 to 15 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഒരു 5 ഡേ എന്ന് പറയുന്നത് സഫീഷ്യന്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി. നെക്സ്റ്റ് വരുന്നതാണ് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന തേർഡ് ടോപ്പിക് വരുന്നുണ്ട്. സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണുള്ളത്, പക്ഷേ ഒരുപക്ഷെ നല്ല രീതിയിൽ ചോദിച്ചേക്കാം. സിലബസ് വൈസിനേക്കാൾ ഉപരി കണ്ടന്റ് ഒരുപാട് വരുന്ന ടോപ്പിക് ആയിരിക്കാം. ദെൻ ജസ്റ്റ് ഒരു തെർമോഡൈനാമിക്സ് മാത്രമാണ് ഇട്ടേക്കുന്നത്. തെർമോഡൈനാമിക്സ് ലോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് തെർമോഡൈനാമിക്സ് ആൻഡ് എനർജി കൺവേർഷൻ ഡിവൈസിന് വേണ്ടി കൊടുക്കാം. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ബേസിക്, അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, അതിന്റെ കോൺസെപ്റ്റ് കാര്യങ്ങൾ, അതിന്റെ ലോസ് വരുന്നതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഫസ്റ്റ് ഡേ. ദെൻ സെക്കൻഡ് ഡേ നമുക്ക് IC എൻജിൻസ് ആൻഡ് ടർബോ മെഷീൻസ്, അത് 2 ഡേ വേണ്ടി വരുമായിരിക്കാം. IC എൻജിൻസ് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, അതിന്റെ വർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല കണ്ടന്റ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് 1-2 ദിവസം നമുക്ക് ഈ IC എൻജിൻസും മെഷീൻസിനെ പറ്റി കൊടുക്കാം. അഗെയിൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അഗെയിൻ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ തിയറിയും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അതിനുവേണ്ടി ഒരു ദിവസം കൊടുക്കണം. Then power transmission device in automobile engineering, automobile power transmission, അതും അത്യാവശ്യം നല്ല കോൺസെപ്റ്റ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പിക്കാണ്. ദെൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്, മെഷീൻ ടൂൾസ്, എമിഷൻ സ്റ്റാൻഡേർഡ്, ഇത്
കുറച്ച് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 4 ടോപ്പിക് എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾ ടൈം എടുത്ത് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഇട്ട് വന്നപ്പോൾ 1, 2, 3 ആ ഒരു 6 ദിവസമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ചിട്ട്, ഐ മീൻ നോൺ മെക്കാനിക്കൽ സ്റ്റുഡൻസിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 7 ദിവസം 8 ദിവസമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് പഠിക്കാം. കാരണം ഈ പറയുന്ന ലോസ് വരുന്നുണ്ട്, അതിന്റെ ഓരോ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഓരോ എഞ്ചിൻസിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാൻ 15 to 18 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് പോലെ ഒരു 6 to 8 ഡേയ്സ് അല്ലെ 5 to 8 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടി നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ മൂവിങ് ഔട്ട് ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഇനി വരുന്ന 3 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഈ 3 ടോപ്പിക്കുകൾ നല്ല രീതിയിൽ വാസ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇലക്ട്രോണിക്സിന് ഏകദേശം 2-3 ആഴ്ചയോളം ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് ഡേ 27 മുതൽ ഡേ 50 വരെ ഒരു 23 ഡേയ്സ് ഞാൻ ഇലക്ട്രിക്കൽ ഇട്ടിട്ടുണ്ട്. കാരണം അത്യാവശ്യം സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഫസ്റ്റ്ലി ഇലക്ട്രിക് സർക്യൂട്ട്, അപ്പോൾ അതിനകത്ത് തന്നെ ക്രിച്ച്ഓഫ് ലോ ആണ് നമുക്ക് ആദ്യം വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എന്തൊക്കെ ലോ ആണുള്ളത്, അതിന്റെ അനാലിസിസ്. ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അനാലിസിസ് പരമായിട്ടുള്ള ഐ മീൻ പ്രോബ്ലമാറ്റിക് പരമായിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ പ്രോബ്ലംസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ക്രിച്ച്ഓഫ് ലോ ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് എന്താ, അതിന്റെ ക്രിച്ച്ഓഫ് ലോ വോൾട്ടേജ് ലോ ഉണ്ട്, കറണ്ട് ലോ ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി ഒരു ഡേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ദെൻ അതിനുശേഷം മാഗ്നറ്റിക് സർക്യൂട്ട്, അത് എന്താണ് മാഗ്നറ്റിക് സർക്യൂട്ട്, അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ വരുന്നുണ്ട്. ദെൻ അതിന്റെ MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സിബിലിറ്റി, റിലക്റ്റൻസ്, അതൊക്കെ എന്താണ്, അതിന്റെ ടെർമിനോളജീസ് പഠിക്കേണ്ടത്. അതെന്തായാലും 1 ഡേ വേണ്ടി വരും. 1 ഡേ 4 to 5 hours വേണ്ടി വരും അതൊക്കെ തീർക്കാൻ വേണ്ടി. അതിനുശേഷം വരുന്നതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. 2 ലോ ആയിട്ടുണ്ടെന്ന് നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലെ. അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അതിന്റെ 2 ലോ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ വരുന്ന ലെൻസസ് ലോ ഉണ്ട്. ദെൻ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പം ഇതിന്റെ എല്ലാം ഇതിന്റെ പ്രോബ്ലംസും കൂടെ വരുന്നുണ്ട്, അതിന്റെ തിയറിയും പഠിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി നമ്മളൊരു 29 എന്ന് പറയുന്ന ഡേ കൊടുത്താണ്. പക്ഷെ ഇതൊക്കെ പഠിക്കുന്ന ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സെൽഫ് ഇൻഡക്ടൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ലാസ്റ്റ് ടൈം പ്രോബ്ലം ചോദിച്ചതാണ്, ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ടോപ്പിക്കാണ് ഇതൊക്കെ. എന്താണ് സെൽഫ് ഇൻഡക്ടൻസ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്നുള്ള കാര്യം ചോദിച്ചതാണ്. അപ്പൊ ഇതൊക്കെ ലാസ്റ്റ് ടൈം ചോദിച്ച പ്രോബ്ലം ആണ്, ഇത് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ബേസിക് ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിങ്ങളടുത്ത് പറഞ്ഞതായിരുന്നു, ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ, അതായത് ഐ മീൻ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം ഇനി വരുന്ന ടോപ്പിക്കുകളിലെല്ലാം ഈ ഒരു കോൺസെപ്റ്റിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. മെഷീൻസ് വരുമ്പോഴാണെങ്കിൽ ശരി, പ്രോസസ്സിന് വരുമ്പോഴാണെങ്കിൽ ശരി, നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് അത്യാവശ്യം സമയമെടുത്ത് നല്ല തറവായിട്ട് തന്നെ, കുറച്ച് സമയം അഡീഷണൽ എടുത്താലും കുഴപ്പമില്ല, തറവായിട്ട് തന്നെ പഠിക്കണം. ദെൻ ഒരു 1 ഡേ നമുക്കൊരു റിവിഷന് വേണ്ടി, ഡേ 31 റിവിഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷമാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. AC ഫണ്ടമെന്റൽസ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു AC വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ ഒരു കോയിലൊക്കെ കറക്കിയിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു AC വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്, ദെൻ അതിനകത്ത് എന്താണ് പാരാമീറ്റേഴ്സ് ലൈക്ക് ഫ്രീക്വൻസി എന്താണ്, പീരീഡ് എന്താണ്, തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിന്റെ വേവിന്റെ ഷേപ്പ് എങ്ങനെ വരുന്നു, അത് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡും ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡും ഉണ്ട്. നമുക്ക് ചില സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യും, ചില സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിട്ടിരിക്കും. അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതിനുശേഷം വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചതാണ്.
പക്ഷെ നമ്മൾ ഒരു എ സി വരുമ്പോഴേക്ക് ഈ റെസിസ്റ്റൻസ് അല്ല ഇംപെഡൻസ് ആണ് വരുന്നത്. അപ്പൊ എന്താണ് ഇംപെഡൻസ് വരുന്നത്, അതിനകത്ത് എന്തൊക്കെ പാരാമീറ്റർ ഡിപ്പെൻഡന്റ് ആവുമെന്ന് നോക്കുന്നുണ്ട്. ദെൻ പവർ ഫാക്ടർ പോലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ദെൻ റിയാക്റ്റീവ് പവർ, ആക്റ്റീവ് പവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പവർ ഉണ്ട്, പവർ ഫാക്ടർ ഉണ്ട്, ആക്റ്റീവ് പവർ ഉണ്ട്, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പവർ ട്രയാങ്കിൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ഇംപെഡൻസ് ട്രയാങ്കിൾ ഒക്കെ പഠിച്ചതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ നിന്നും പ്രോബ്ലംസ് ലാസ്റ്റ് ടൈം പവറിൽ നിന്നും നമ്മളൊക്കെ ചോദ്യങ്ങളൊക്കെ വന്ന് ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് സെഷനിൽ. അപ്പൊ ഒരു 2 ദിവസം കൊണ്ട് 2-2.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കേണ്ടിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. അഗൈൻ ബേസിക് ആണ്, ബേസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ഡേ നമ്മൾ റിവിഷന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫണ്ടമെന്റൽസിന് വേണ്ടി. ദെൻ വി ആർ മൂവിങ് ടു 3 ഫേസ് സിസ്റ്റം. ഇവിടെ നമ്മൾ സിംഗിൾ ഫേസ് ആയിരുന്നെങ്കിൽ അഗൈൻ 3 ഫേസിലോട്ടാണ് പോകുന്നത്. ഒരു 3 ഫേസ് വോൾട്ടേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്. അപ്പൊ ജനറേഷനേക്കാൾ എനിക്ക് തോന്നുന്നു അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തോന്നുന്നത്. നമ്മൾ സിംഗിൾ ഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 ഫേസിന്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്, അത് എന്താണ്, അതിനൊരു സുപ്രമസി എന്താണുള്ളത്, അതിന്റെ ലോസസ് എങ്ങനെയാണെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റാർ ഡെൽറ്റ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റാർ കണക്ഷൻ, എന്താണ് ഡെൽറ്റ കണക്ഷൻ, അതിന്റെ പ്രത്യേകത എന്താണ്, അവിടെ വോൾട്ടേജ് എങ്ങനെയാണ്, അവിടുത്തെ കറണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നിന്ന് പ്രോബ്ലംസും ചോദിക്കാം, തിയറിയും ചോദിക്കാം. ദെൻ 1 day ഫോർ റിവൈസിങ് 3 ഫേസ് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമുക്ക് ജനറേഷൻ ഓഫ് പവർ, അതായത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ പവർ, ഒരൊറ്റ സെന്റൻസ് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതില് കുറെ കാര്യങ്ങൾ, നമ്മളെ ഹൈഡ്രോ, തെർമൽ, വിൻഡ്, സോളാർ, ന്യൂക്ലിയർ, സ്റ്റീം പവർ പ്ലാന്റ്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ഓരോ പവർ ജനറേഷൻ സ്കീമും നമ്മളെടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 days നമുക്ക് എന്തായാലും കമ്പൽസറി ആയിട്ട് ഇതിന് വേണ്ടി വരുന്നതാണ്. ഒരൊറ്റ സെന്റൻസ് മാത്രമേ ഉള്ളൂ, കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിനകത്തും എന്താണ് കൺവെൻഷണൽ, ഏതാണ് നോൺ കൺവെൻഷണൽ, അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, എന്ത് ഫ്യുവൽ ആണ് യൂസ് ചെയ്യുന്നത്, എന്ത് മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്, ദെൻ അതിന്റെ ഓരോന്നിനും ഉള്ള കോസ്റ്റ് വൈസ് എക്കണോമിക്കൽ ആയിട്ടുള്ള അതിന്റെ എന്താ ആസ്പെക്ട് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു 3 days അല്ലെങ്കിൽ 4 days നിങ്ങൾക്ക് വേണ്ടി വരും ഓരോന്നും പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ ലാസ്റ്റ് ടൈം ഫ്യൂവൽ സെല്ലിനെ പറ്റിയായിരുന്നു ലാസ്റ്റ് 2018 എക്സാമിന് ചോദ്യം, ഫ്യൂവൽ സെല്ലിനെ പറ്റിയായിരുന്നു ലാസ്റ്റ് ചോദ്യം ഉണ്ടായിരുന്നത്. ദെൻ അതിനുവേണ്ടി ഒരു ഡേ നമുക്ക് റിവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയൊരു മറ്റൊരു ടോപ്പിക് വരുന്നത്, ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം വരുന്ന ഏതാണ്, ട്രാൻസ്ഫോർമർ ആയിരുന്നു അല്ലെ. ഇലക്ട്രിക്കൽ മെഷീൻ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ. അപ്പൊ കൺസ്ട്രക്ഷനും വർക്കിംഗ് എഫിഷ്യൻസി, അത് ഇത് വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഒരു ദിവസമോ 1.5 ദിവസമോ വേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒന്ന് 2 ദിവസം കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ഫേസും 3 ഫേസും. 3 ഫേസിൽ നിന്ന് ഇതുവരെ അധികം ചോദ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല PSC എക്സാമിന്, എന്നാലും നോക്കണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത് സിംഗിൾ ഫേസിനെ പറ്റിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് PSC എക്സാമിന്. അപ്പോൾ ഒരു 2 days നമുക്ക് സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ട്രാൻസ്ഫോർമറിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇക്വേഷൻസ് ആയിട്ടും ശരി, പ്രോബ്ലമാറ്റിക് ആയിട്ടും ശരി, കോൺസെപ്റ്റ് വൈസ് ആണെങ്കിലും ശരി, ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് 3rd day എന്ന് പറയുന്നത് DC ജനറേറ്റർ. അഗെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓരോന്നിന്റെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓരോന്നിന്റെയും ഇക്വേഷൻ ഉണ്ട്, ഓരോന്നിന്റെയും ഗ്രാഫുകളുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്, ഒരിക്കലും കാണാതെ പഠിക്കരുത്. ഫിഗർ പഠിക്കുക, അതിൽ നിന്ന് KVL അല്ലെങ്കിൽ ക്രിച്ചോഫ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുക. അതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് മെഷീൻസിന്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. നമുക്ക് DC ജനറേറ്റർ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് DC മോട്ടോർ തീർക്കാം. കാരണം അതിന്റെ നേരെ തിരിച്ചാണ്. ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ ആണ്. മോട്ടോർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുകയാണെങ്കിൽ മറ്റേത് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഒരു ദിവസം ജനറേറ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം, ഒരു ദിവസം മോട്ടറിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 ദിവസം നമ്മൾ DC മെഷീൻസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം ജനറേറ്റർ, ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്, AC ജനറേറ്ററിന് വേണ്ടി നമ്മൾ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ AC മോട്ടർ, ഇൻഡക്ഷൻ മെഷീൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇൻഡക്ഷൻ മെഷീനും അതിന്റെ 3 ഫേസും ഉണ്ട്, സിംഗിൾ ഫേസും ഉണ്ട്.
അപ്പൊ അതിനൊക്കെ വേണ്ടി ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. കാരണം നോൺ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു പക്ഷെ കൂടുതൽ വേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം റിവിഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല ഈ AC ജനറേറ്റേഴ്സ് ആൻഡ് AC മോട്ടോഴ്സ്. അതുകൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് 2 ദിവസം റിവിഷൻ ഡേ കൊടുക്കുന്നുണ്ട്. തീരാത്തപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ഒരു 49th ഡേ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക്കലിന്റെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. വളരെ വാസ്റ്റ് ആണ്, നല്ല വാസ്റ്റ് ആണ്, നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായാലും നിയർലി 20 മാർക്സിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന്. നിയർലി 20 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു 22-23 മാർക്സ് എങ്ങാണ്ട് ഇലക്ട്രിക്കലിന്റെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ കപ്പാസിറ്ററും റെസിസ്റ്ററും ഇൻഡക്ടറും കൂട്ടുകയാണെങ്കിൽ, അത് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്, പക്ഷെ നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20-23 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം ഇലക്ട്രിക്കൽ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദെൻ ഒരു ഡേ ഫിഫ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഒന്ന് ബ്രേക്ക് എടുക്കുക. ദെൻ നമ്മുടെ അതിനുശേഷം വരുന്നതാണ് നമുക്ക് 5th മോഡ്യൂൾ എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്. അതും ബേസിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അത് ഒരുപക്ഷെ നിങ്ങൾ ഇലക്ട്രിക്കലി പഠിക്കും. ഇലക്ട്രിക്കലി ബേസിക് ഇലക്ട്രിക്കലിന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയോഡ്സ്, PN ജംഗ്ഷൻ ഡയോഡ് ആൻഡ് സിനർ ഡയോഡ്. ഡയോഡ്സിന്റെ സെമി കണ്ടക്ടർ, ബേസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പഠിക്കാം. PN ജംഗ്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ PN ജംഗ്ഷൻ ഡയോഡിന്റെയും സിനർ ഡയോഡിന്റെയും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ. എനിക്കൊന്ന് സോളാർ സെല്ലൊക്കെ നമ്മൾ കൺവെൻഷനിൽ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി കുറച്ചൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഡയോഡ് എന്താണ്, സോളാർ സെൽ എന്താണ്, അത് പെട്ടെന്ന് നമുക്ക് തീർക്കാനുള്ളൂ. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്ക് മാത്രമാണുള്ളത്. ദെൻ വരുന്നതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് അനലോഗ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിന്റെ കേസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് പ്രോബ്ലംസ് ചോദിക്കാം. അതിന്റെ ചെറിയ റെസൊല്യൂഷൻസിനെ പറ്റിയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ ചോദിക്കാം. ദെൻ അനലോഗ് മൾട്ടിമീറ്ററിന് ശേഷം ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആൻഡ് ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്ന 2 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു ടോപ്പിക് ഒന്നും ഒരിക്കലും 4-5 മണിക്കൂർ പഠിക്കേണ്ട ടോപ്പിക് ഒന്നുമില്ല. 2 മണിക്കൂറും 2.5-3 മണിക്കൂർ കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഈവൻ ക്വസ്റ്റ്യനും കവർ ചെയ്ത് മോക്ക് എക്സാംസും എഴുതി തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ പറയുന്ന ചെറിയ ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ച് സ്ലോ ആയിട്ട് പോകാൻ സാധിക്കും. ഇപ്പം 4 to 6 hours എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ടി വരില്ല. ചില ടോപ്പിക്കിലൊക്കെ പെട്ടെന്ന് തീർക്കാം, ചിലതൊക്കെ ടൈം എടുത്ത് തീർക്കും. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. പിന്നെ UPS, GPS, GSM, GPRS, ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ, ഇത് എന്തൊക്കെയാണ് മെത്തഡോളജി, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇതിന്റെ ഡാറ്റ ട്രാൻസ്ഫറിനെ പറ്റിയുള്ള കേസസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒരു ടാബ്ലറ്റ് കോളം ഒക്കെ എഴുതി അതിനെ പറ്റി പഠിച്ച് ഐ മീൻ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1-2 ദിവസം, 2 ദിവസം ഒന്നും വേണ്ടി വരില്ല, ഒരു ദിവസം കൊണ്ട് തീർക്കാന്നേ കാണത്തുള്ളൂ. പക്ഷെ 2 ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഈ വരുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഒരു ഡേ 58 നമുക്ക് റിവിഷന് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷമാണ് രണ്ടാമത്തെ ടോപ്പിക്, ഇലക്ട്രോണിക്സിൽ തന്നെ രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് വരുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചസ്, APS, SPST, SPDT, DPDT എന്ന് പറയുന്ന സ്വിച്ചസ്. ഇലക്ട്രിക്കലിലൊക്കെ വരേണ്ട സാധനമാണ്. സിംഗിൾ പോൾ, സിംഗിൾ ത്രോ എന്നൊക്കെ പറയുന്ന സ്വിച്ചസ്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, ഏതോ പരീക്ഷയ്ക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ചെറിയ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ സെൻസേഴ്സ്, റിലേ ആൻഡ് ടൈപ്സ് ആൻഡ് യൂസസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻസും വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടി ഒരു ദിവസം യൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ആ ഒരു സെഷന്റെ ലാസ്റ്റ് ടോപ്പിക് വരുന്ന പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ആണ്. അതായത് ലൗഡ് സ്പീക്കേഴ്സ്, ആംപ്ലിഫയേഴ്സ്, മൈക്രോഫോൺസ്, വേരിയസ് ടൈപ്സ് ഓഫ് അതിന്റെ കമ്പാരിസൺസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ് മീൻസ് ലൗഡ് സ്പീക്കേഴ്സ്, ആംപ്ലിഫയേഴ്സ് ഒക്കെ നമ്മൾ ലൗഡ് സ്പീക്കേഴ്സും ആംപ്ലിഫയേഴ്സിനും ഒക്കെ വേണ്ടി നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ദെൻ ആ ഒരു ടോപ്പിക്, സെക്കൻഡ് ടോപ്പിക്കിന് വേണ്ടി ഒരു റിവിഷൻ ഡേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ദെൻ വരുന്നതാണ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിന് വേണ്ടി അത് ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും നേരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇത് മൈക്രോ കൺട്രോളേഴ്സ് ഡിജിറ്റലും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8085 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ പിൻ ഡീറ്റെയിൽസ്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം വേണ്ടി വരും അതിനെപ്പറ്റി പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരു ഡേ നിങ്ങൾ കമ്പൽസറി ആയിട്ട് അതിന്റെ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് മാറ്റി വെക്കണം. അത് ഒരുപക്ഷെ ഒരു ദിവസം 2 ദിവസമൊക്കെ വേണ്ടി വരുമായിരിക്കും നിങ്ങൾ ടൈം എടുത്ത് പഠിക്കാൻ വേണ്ടി. അതിനുശേഷം അസംബ്ലി ലാംഗ്വേജ്, അതിന്റെ വിത്തൗട്ട് ജമ്പിങ് ഇൻസ്ട്രക്ഷൻ, അതിന്റെ അസംബ്ലി ലാംഗ്വേജിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ് ഒഴിവാക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം കോഡിംഗ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വെച്ചുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെ പഠിച്ചു വെക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോ കൺട്രോൾസ് ഇൻ ഇൻഡസ്ട്രി, അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അസംബ്ലി ലാംഗ്വേജ് പഠിക്കുക, അതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കുക, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുക, അതിന്റെ എത്ര ബിറ്റ് ഒക്കെ ആയിരിക്കും പഠിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യമുണ്ട്. ദെൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം വിത്തൗട്ട് ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ്. എഗെയിൻ ഇത് ഒരുമിച്ച് ഇട്ടേക്കുന്നതാണ്. 2 ദിവസം വേണ്ടി വരും. 2-3 ദിവസം നിങ്ങൾ എന്തായാലും വേണ്ടി വരും. ഇൻസ്ട്രക്ഷൻസ് കുറച്ച് വാസ്റ്റ് ആണ്. അതിന്റെ കോഡിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ടൈം വേണ്ടി വരും. സോ ഒരു 3 days നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 days നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഇൻക്ലൂഡിങ് മൈക്രോ കൺട്രോളർ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് വേണ്ടി വരും എന്തായാലും മൈക്രോ കൺട്രോളറിന് പഠിച്ച് തീർക്കാൻ വേണ്ടി. ദെൻ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ, ബേസിക് ആയിട്ടുള്ള എളുപ്പം സിലബസിൽ മൈക്രോ കൺട്രോളർ ഉള്ളതുകൊണ്ട് അത് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഒരു 4 ദിവസം നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം വരുന്ന സോറി, ഇത് റിവിഷന് വേണ്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിവിഷൻ ഡേയും കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ മൈക്രോ കൺട്രോളേഴ്സിന്റെ ടോപ്പിക്കിന് വേണ്ടി ഒരു ഡേ 66 എന്ന് പറയുന്ന ഒരു റിവിഷൻ ഡേയും കൂടെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷമാണ് മറ്റൊരു ടോപ്പിക്, ഒരു വാസ്റ്റ് സിലബസ് വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്. അത് ഈ പറയുന്നത് നമ്മൾ പണ്ട് കോ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനുവേണ്ടി സിമ്പിൾ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ വിത്ത് അക്വിസിഷൻ ഓഫ് ഡാറ്റ, ഡീറ്റെയിൽസ് ഓഫ് ഫംഗ്ഷണൽ യൂണിറ്റ് ആൻഡ് കമ്പ്യൂട്ടർ പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസിംഗ് ഓഫ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് പ്രോസസിംഗ് ഡാറ്റ. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എടുക്കുക, കണ്ടന്റ് വായിച്ചു നോക്കുക. അതിന്റെ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എങ്ങനെയാണ് ഒരു ബേസിക് കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിന്റെ ഡാറ്റ പ്രോസസിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇൻപുട്ടും ഔട്ട്പുട്ടും പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഡാറ്റ റെപ്രസെന്റേഷൻ, അതായത് നമ്പർ സിസ്റ്റം ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അതൊരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ പോർഷൻ ആയിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ സിസ്റ്റം. അതിൽ തന്നെ നമുക്ക് ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സ ഉണ്ട്, അത്രയല്ലേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ അത് ഓരോ നമ്പർ സിസ്റ്റം കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ അകത്ത് ഓരോന്നിൽ നിന്നും എന്താ കൺവേർഷൻസ്, ഈ പറയുന്ന ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ഒക്ട, ഒക്ട ടു ഹെക്സ, ഹെക്സ ടു ബൈനറി, ഹെക്സ ടു ഒക്ട, അങ്ങനെ കുറച്ച് കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കണം. കാരണം എക്സാംസിന്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്ന എക്സാംസിന് ഷുവറായിട്ടും കൺവേർഷനെ പറ്റി ചോദിക്കാറുള്ളതാണ്. അത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് അത് അതിന്റെ കോൺസെപ്റ്റ് കത്താൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ടൈം എടുക്കും. ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ഒരു 3-4-5 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ സിമ്പിൾ ആയിട്ടുള്ള ബൈനറി അഡീഷൻ, ബൈനറി സബ്ട്രാക്ഷൻ, ഒക്ട ഡെസിമൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് ഈ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിന് വേണ്ടി ഓൾമോസ്റ്റ് 5 to 4 to 6 days നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺവേർഷൻസ്, ഓരോ നമ്പർ സിസ്റ്റവും അതിന്റെ കൺവേർഷൻസും, BCD നമ്പേഴ്സും, ദെൻ സിമ്പിൾ അർത്ഥമാറ്റിക് ഓപ്പറേഷനും കൂടെ പഠിക്കാൻ വേണ്ടി ഒരു 6 days നിങ്ങൾക്ക് എന്തായാലും അത്ര വേണ്ടി വരും. അത്രയും വേണ്ടി വന്നില്ലെങ്കിൽ 3 to 4 days എങ്കിലും വേണ്ടി വരും. ഓരോന്നും കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അത്യാവശ്യം ടൈം വേണ്ടി വരും. നമ്പർ സിസ്റ്റം ഒന്ന് പഠിക്കാനും അതിന്റെ ഓപ്പറേഷൻസ്, അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നും കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഹെക്സയിൽ ഒക്ടയിലൊക്കെ ആക്കണമെങ്കിൽ അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെസിമലിൽ നിന്ന് ഹെക്സ ആക്കണമെങ്കിൽ അത് എങ്ങനെയാണ് വിച്ച് പാത്ത് എന്നൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ ആയി വരിക. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ തട്ടാൻ വേണ്ടി ഒരു 4-5 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും.
അഗൈൻ 1 days ഫോർ റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അപ്പൊ ആ നമ്പർ സിസ്റ്റത്തിന്റെ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത്. അപ്പൊ അതിനകത്ത് വരുന്നത് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, പ്രധാനമായിട്ട് 3 വരുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് നമ്മൾ പഠിക്കണം. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കേസ് അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ദെൻ അസംബ്ലി ലാംഗ്വേജ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അഡ്വാൻറ്റേജ് എന്താണ്, മെഷീൻ ലാംഗ്വേജ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിനെ പറ്റിയുള്ള ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും, കുറച്ച് എക്സാമ്പിൾസും, ചില കോഡ് കുറെ ചില ഏതൊക്കെയാണെന്നുള്ള എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു PSC എക്സാമിനാണെന്ന് തോന്നുന്നു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഏതാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻസ് തരും, അതിനകത്ത് ഏതാണെന്ന്. അപ്പൊ 2-3 എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. സിസ്റ്റം, സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒബ്ജക്റ്റീവ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയ കാര്യങ്ങൾ. ദെൻ കമ്പൈലർ, അസംബ്ലർ ആൻഡ് ഇന്റർപ്രറ്റർ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ, വലിയ കാര്യമില്ല, 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് വരുന്നത്. കമ്പൈലർ, അസംബ്ലർ പോലുള്ള ഈ പറയുന്ന കമ്പൈലേഴ്സ്, അസംബ്ലറും ഇന്റർപ്രറ്ററും ഒക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കോഡിങ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി പഠിക്കാൻ ഒരു 4 ദിവസത്തിൽ ഒരു 3 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ദെൻ 1 day നമുക്കൊരു റിവിഷന് വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു സിലബസിൽ ലാസ്റ്റ് ആണ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് സ്ട്രാറ്റജീസ്, പ്രോബ്ലം അനാലിസിസ്. അത് നമുക്കൊരു പ്രോഗ്രാം തരുമ്പോൾ അതെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. എനിക്കിപ്പോ ഒരു 2 നമ്പേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ സിമ്പിൾ ആണ് ഒരു ആഡ് ചെയ്യാനാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതെങ്ങനെയാണ് നമുക്ക് സബ് പ്രോഗ്രാം, ഒരു ഹെവി പ്രോഗ്രാം ആണ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും, സബ് പ്രോഗ്രാം ആയിട്ട് മാറ്റാൻ പറ്റും, അതെങ്ങനെ എന്ത് തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ, ഫ്ലോ ചാർട്ടായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു കോഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാസ്റ്റ് ടോപ്പിക് വരുന്നത്, പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനുവേണ്ടി ഒരു 4 days നമുക്ക് സ്പെൻഡ് ചെയ്യാം. അത് വലിയ ഹെവി പ്രോഗ്രാമൊന്നും നമുക്ക് ഈ പറയുന്ന എക്സാമിനൊന്നും ചോദിക്കുക, ചെറിയ സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ ചെറിയ പ്രോബ്ലം, ആഡിങ്ങോ സബ്ട്രാക്ടിങ്ങോ സ്ട്രിങ്സിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നോൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു 4 days നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഒരു 85 day ആകുമ്പോഴേക്ക് നമുക്ക് ഒരു സിലബസ് തീർക്കാൻ പറ്റും. പോട്ടെ, 85 എന്ന് പറയുന്ന മാറി നമുക്ക് 90 days എന്ന് പറയാം. അപ്പൊ ഒരു 85 എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു 85 to 90 days കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് മൊത്തത്തിൽ, ഈ പറയുന്ന സിലബസ് ഇതുപോലെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തീർക്കാൻ സാധിക്കും. ഒരു 3 months കൊണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ ദിവസം ഒരു 4 to 6 hours മാക്സിമം. അത് ഡിപ്പെൻസ് അപ്പോൺ ടോപ്പിക്. ചില ടോപ്പിക്കൾക്ക് ഞാൻ അഗൈൻ പറയുന്നു, ചില ടോപ്പിക്കൾക്ക് ഒന്നും അത്രയും ആവശ്യം വരില്ല. അപ്പോൾ പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഒരു 4 to 6 hours നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു 3 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് റിവിഷനാണ്, കംപ്ലീറ്റ് റിവിഷനാണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് 85 days കൊണ്ട് തീർക്കുകയാണെങ്കിൽ എഗെയിൻ നമ്മൾ 86th day കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് എടുക്കുകയോ 2 ദിവസം ബ്രേക്ക് എടുക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം വി ക്യാൻ സ്റ്റാർട്ട് അവർ റിവിഷൻ. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ നമ്മൾ ഏതായിരുന്നു, ഫസ്റ്റ് മോഡ്യൂൾ സിവിൽ ആയിരുന്നു അല്ലെ. അപ്പൊ ഒരു 3 to 4 days ഈ റിവിഷൻ എന്ന് പറയുമ്പോൾ ടോപ്പിക് റിവൈസ് ചെയ്യാം, എക്സാംസ് ക്ലാസ് ടെസ്റ്റ് റിവൈസ് ചെയ്യണം, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് റിവൈസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെറുതെ സിലബസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. സിലബസ് നോക്കണം ഒരു ദിവസം, ക്ലാസ് ടെസ്റ്റുകൾ മൊത്തം നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് റിവൈസ് ചെയ്യണം. അതിനുശേഷം അഡീഷണലി നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡീഷണൽ ടോപ്പിക് കിട്ടുമോ നോക്കി, എക്സാംസ് കിട്ടുമോ നോക്കി ചെയ്യണം. ദെൻ മോക്ക് ടെസ്റ്റ്, നമ്മൾ തരുന്ന മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന മോക്ക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റും ചെയ്യണം. ഇത്രയും കാര്യം, ഈ 4 ആക്ടിവിറ്റീസും നിങ്ങൾ തന്നിരിക്കുന്ന ഈ റിവിഷൻ പാർട്ട് 1 എന്ന് പറയുന്ന ഒരു 4-5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തീർക്കണം. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു 150 to 200 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അറിയുന്ന രീതിയിലോട്ട് എത്തണം. ഒരു 150 മിനിമം ആണ് പറയുന്നത്. ഒരു മിനിമം പോട്ടെ, മിനിമം പറയുകയാണെങ്കിൽ ഏറ്റവും മിനിമം പറയുകയാണെങ്കിൽ 100 to 150 എങ്കിലും 100 to 150 എങ്കിലും ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തണം ഈ റിവിഷൻ കഴിയുമ്പോഴേക്ക്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിലും നിങ്ങളായിട്ട് കണ്ടെത്തുന്നതാണെങ്കിലും എന്ത് തരത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കാണും, അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് കാണും. ആ ഡാറ്റ സെറ്റിൽ മിനിമം 100 to 150 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ഈ ഒരു സിവിൽ സബ്ജക്റ്റിന് വേണ്ടി. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുവാണ് ബേസിക് ഇലക്ട്രിക്കലിന്റെ എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഒരു 90 to 95 ഡേയ്സിൽ റിവിഷൻ പാർട്ട് 2 ഏതായിരുന്നു? നമ്മുടെ പാർട്ട് 2 എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇൻഡസ്ട്രിയൽ പേപ്പറാണെന്ന് തോന്നുന്നു. അത് മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ പേപ്പർ ആയിരുന്നു. അപ്പൊ അതിന് അധികം വേണ്ടി വരില്ല. ഒരു 4 days ഒക്കെ നമുക്ക് സഫീഷ്യന്റ് ആയിരിക്കും. 91, 92, 93, 94, 95 5 days അത് സഫീഷ്യന്റ് ആണ്. അത്രയൊന്നും വേണ്ടി വരില്ല. എഗെയിൻ ഞാൻ പറയുന്നു അതിലൊരു 50 to 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 5 days എന്ന് പറയുമ്പോൾ റിവൈസ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം, അല്ലാതെ കണ്ടന്റുകളും നിങ്ങൾ നോക്കണം. ഒരു 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഡേ 3 എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഗെയിൻ 4 to 5 days ഒരു 5 days നിങ്ങൾക്ക് വേണ്ടി വരും. 5 days നിങ്ങൾ എടുത്തോളൂ. അഗെയിൻ അവിടെ ഒരു 100 to 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 100 to 150 അല്ലെങ്കിൽ 150 to 100 ആയിരിക്കും ബെറ്റർ. അത് കുറെ ചോദിക്കാനുണ്ട്. ഒരു 150 to 100 അല്ലെങ്കിൽ 150 to 250 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾ ആ റിവിഷൻ പോർഷൻ കഴിയുമ്പോഴേക്ക്. അതിപ്പം സോഫ്റ്റ് കോപ്പി ആയിട്ടാണെങ്കിലും ശരി, ഹാർഡ് കോപ്പി ആയിട്ടാണെങ്കിലും ശരി, എന്ത് കോപ്പി ആണെങ്കിലും ശരി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ തരുന്നതാണെങ്കിലും ശരി, നിങ്ങൾ അഡീഷണൽ ആണെങ്കിലും ശരി, നിങ്ങളുടെ കയ്യിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ആ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 101 to 110 days ഫോർ പാർട്ട് 4. ദാറ്റ് മീൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അത് 10 days കമ്പൽസറി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും വലുതാണ്. അപ്പൊ 20 മാർക്സ് ചോദിച്ചെന്ന് വെച്ചാൽ അത്രയും ഡെപ്തിലുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പൊ എഗെയിൻ ഒരു 250 to 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈവൻ ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടി വരും. ഇപ്പൊ നോൺ ഇലക്ട്രിക്കലിന്റെ ഇത് പറയണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 days എടുത്ത് നിങ്ങൾ പഠിച്ചു തീർത്താൽ മാത്രമേ ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ഫിഫ്ത്ത് വരുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് ടോപ്പിക്കാണ് വരുന്നത്. അതിനും ഓൾമോസ്റ്റ് 10 days ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ 10 days റിവിഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ സയൻസിനും ഓൾമോസ്റ്റ് 10 days കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്, നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം നന്നായിട്ട് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിനും ഒരു 10 days നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഒരു 130 days കൊണ്ട് നമുക്ക് സിലബസും കവർ ചെയ്ത് അത്യാവശ്യം റിവിഷനും കവർ ചെയ്യാൻ പറ്റും. എല്ലാ മോഡ്യൂളിന്റെയും റിവിഷൻസ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു 20 days മിച്ചമുണ്ട്. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്, അതായത് ഒരു സബ്ജക്ട് ബേസ് ആയിരിക്കില്ല, എല്ലാ സബ്ജക്റ്റും മിക്സ് ചെയ്തെടുത്തുകൊണ്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 50, 60, 70 ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള എല്ലാ ടോപ്പിക്കും കൂടെ മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതി ശീലിക്കണം. അതിനകത്ത് നിങ്ങൾ തന്നെ ഒരു OMR ഷീറ്റ് PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. കഴിവതും അതൊന്ന് പ്രിന്റ് എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്ത് ഒരു ബുക്ക്ലെറ്റ് പോലെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ബുക്ക്ലെറ്റിൽ തന്നെ ഐ മീൻ OMR തന്നെ കറപ്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക. ഒരു 20 days നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു 20 days നിങ്ങൾ മിനിമം ഒരു 40, 50, 60 എക്സാംസ് എങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എവിടെന്നെങ്കിലും എടുക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ നടത്തുന്ന മോക്ക് ടെസ്റ്റ് പ്രോപ്പറായിട്ട് എഴുതുക. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങളായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ്. ഏത് വേണം, ഓൾ ഇന്ത്യ വൈസ് നടക്കുന്ന കുറെ എക്സാംസ്, പല സ്റ്റേറ്റുകൾ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, എഴുതുക. OMR ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് എഴുതുക. എത്ര നെഗറ്റീവ് വരുന്നുണ്ടെന്ന് നോക്കുക. ആ നെഗറ്റീവ് കുറയ്ക്കാനുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു 20 days മോക്ക് ടെസ്റ്റ് മാത്രം എഴുതി വെക്കുക. അതിനു മുമ്പ് നിങ്ങൾ ഈ പറയുന്ന റിവിഷൻ ചെയ്യണം, സിലബസ് തീർക്കണം. അത് ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതുക. മിനിമം ആണ് ഞാൻ പറയുന്നത് 50 എങ്കിലും എഴുതുക എന്ന് പറയുന്നത്. മിനിമം അത്രയെങ്കിലും എഴുതുക. അപ്പോൾ ഒരു 50 എഴുതിയ അതിനകത്തൊരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എത്രയായി? അത്രത്തോളം ക്വസ്റ്റ്യൻസ് ആയില്ലേ? അപ്പോൾ അത്രയും മോക്ക് ടെസ്റ്റ് 20 ദിവസം എടുത്ത് പ്രോപ്പർ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം 2 or 3 എക്സാം ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. രാവിലെ ഒരു ക്വസ്റ്റ്യനും വൈകിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുകയാണെങ്കിൽ തന്നെ ഈ 2 എഴുതാൻ പറ്റും. 20 എന്ന് പറയുമ്പോൾ അപ്പോൾ 40 എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു 20 days ഇരുന്ന് മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി മാത്രം എഴുതുക. അങ്ങനെ ആകുമ്പോഴേക്ക് നമുക്കൊരു 6 months കൊണ്ട് 5 months കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ നല്ല സഫീഷ്യന്റ്, ഇതൊക്കെ സഫീഷ്യന്റ് ആണ്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നല്ല പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടെ തന്നെ ഇരുന്ന് പഠിക്കണം. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിലും അതിനുവേണ്ടി കുറച്ച് ടിപ്സ് നമ്മൾ ഓൾറെഡി പല ക്ലാസ്സസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്.
ഒന്ന് വെൽ പ്ലാനിങ് വേണം. ഞാൻ നേരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത്. ചിലർക്ക് ഞാൻ പറഞ്ഞു മനസ്സ് മടുക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ സബ്ജക്ട് എളുപ്പം അത് തുടങ്ങിക്കോളും. ചിലർക്ക് ഇങ്ങനെ പാടുള്ളത് പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ പാടുള്ള പഠിച്ചു തുടങ്ങുക. അത് നിങ്ങളുടെ മെന്റാലിറ്റി സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ വരുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ടൈം മാനേജ്മെന്റ് എഗെയിൻ നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലേണിംഗ് എബിലിറ്റി നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഒരു പ്രോപ്പർ ഹവേഴ്സ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുക. രാവിലെ നിങ്ങൾക്ക് വർക്കിംഗ് പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒരു 5 മിനിറ്റോ 6:30 വരെയോ അങ്ങനെ നിങ്ങൾ നോക്കുക. ദെൻ വൈകിട്ട് വന്നതിന് ശേഷം ഒരു 2.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് നോക്കുക. അത് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാറ്റർഡേസ് വർക്കിംഗ് ഡേയ്സിൽ ഡിഫിക്കൽട്ട് ആണ്, രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും ആണെങ്കിൽ വീക്കെൻഡിൽ നിങ്ങൾ അതിനൊന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം മാനേജ്മെന്റ് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. അപ്പൊ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ചെയ്യുക. അഗൈൻ ചൂസ് സബ്ജക്ട് വൈസ്ലി എന്ന് പറയാൻ നേരത്തെ പറഞ്ഞാണ്. ദെൻ മോക്ക് പേപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞാണ്. ഒരു സെൽഫ് മോട്ടിവേഷൻ വേണം. എന്തൊക്കെ ചെയ്താലും നമുക്ക് സെൽഫ് മോട്ടിവേഷൻ വേണം. നെഗറ്റിവിറ്റി അടിക്കരുത്. ബോറടിക്കുമ്പോൾ പോയി ഒരു സിനിമ കാണാം, നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തരുന്ന ഒരു സിനിമ കാണാം. ഡാർക്ക് അടിക്കാത്ത സിനിമ ഒക്കെ ഉണ്ട്. ഒന്ന് റിലാക്സ് ആകുക, പുറത്ത് ഫുഡ് കഴിക്കുകയോ ഒന്ന് ഗെയിം കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വയം ഒന്ന് നമ്മൾ ഫെഡപ്പ് ആവാതെ നിങ്ങൾ സ്വയം ഒന്ന് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഇത് ഒരു എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. സ്വന്തം നോട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ തരുന്ന PPT ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ടുള്ള ഒരു നോട്ട്, ആ PPT റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങളൊരു എക്സാം എഴുതുമ്പോൾ ഒരിക്കലും PPT ആയിരിക്കും തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ എഴുതിയ നോട്ടുകളായിരിക്കും നിങ്ങളുടെ മനസ്സിലോട്ട് എപ്പോഴും തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ബെറ്റർ സമയമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പൊ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങില് ബുള്ളറ്റ്സ് ആയിട്ട് നല്ല വൃത്തിക്ക് നോട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റിക്കി നോട്ട്സിലോ അവിടെ എവിടെയെല്ലാം എന്തെങ്കിലും ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുക. എപ്പോഴും കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക. ചെറിയ ഇക്വേഷൻസ്, മെയിൻ ഇക്വേഷൻസ് ഒക്കെ എപ്പോഴും കാണുന്ന രീതി, എപ്പോഴും നിങ്ങൾക്ക് മറിച്ചു വെക്കുന്ന ബുക്കിന്റെ എപ്പോഴും കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തിയറി പഠിക്കുമ്പോൾ, ഈവൻ തിയറി പഠിക്കുമ്പോൾ തന്നെ മാക്സിമം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. വെറുതെ നമ്മൾ എക്സാംസിന് പഠിക്കുന്ന പോലെ അല്ലാതെ ഒബ്ജക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ വൈസ് തിങ്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും പഠിക്കാൻ. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ മൊത്തത്തിൽ പഠിച്ചു പോകണം. അതുപോലെ ചെയ്യാതെ നമ്മൾ എക്സാം ഒബ്ജക്റ്റീവില് ഈ ഒരു സെന്റൻസ് വായിക്കും, ഇതിൽ എങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു പോവുക. ദെൻ നോട്ട് റിവൈസ് യുവർ നോട്ട് നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ തന്നിരിക്കുന്ന ടൈം പീരീഡിൽ ഒരു ടോപ്പിക്, ഒരു മോഡ്യൂളിന്റെ ഒരു ടോപ്പിക് കഴിയുമ്പോൾ റിവൈസ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിങ് മാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല വഴി. എഗെയിൻ നെഗറ്റീവിനെ കട്ട് ചെയ്യാനുള്ള ഏക വഴി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഞാൻ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ടോപ്പിക് നോക്കുകയാണ്, ബാക്കി സബ്ജക്ട് എടുക്കുന്നില്ല. എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ എന്ന് പറയുന്ന ചോദ്യം ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇത് പറഞ്ഞതാണ്. അപ്പൊ ഇത് ട്രാൻസ്ഫോമറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. അതിന്റെ ഏറ്റവും ബേസിക് റേറ്റിംഗ്, കൺസ്ട്രക്ഷൻ റേറ്റിംഗ് ഒക്കെ വരുമ്പോഴുള്ള കാര്യമാണ്. അത് ആൻസർ വരുന്നത് KVA ആണ്. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അല്ലെങ്കിൽ മെഷീൻസ് പഠിച്ചവർക്ക് അറിയാവുന്നതാണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ് വരുന്നത് KVA ആണ്. കാരണം എന്താ, ലോസസ് എല്ലാം വോൾട്ട് ആംബിയർ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലോസസ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ആ ലോസസ് എന്ന് പറയുന്നത് വോൾട്ട് ആംബിയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ റേറ്റിംഗ് വരുന്നത് KVA എന്ന് പറയുന്ന യൂണിറ്റിലാണ്. കിലോ വോൾട്ട് ആംബിയർ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മുടെ ട്രാൻസ്ഫോമർ റേറ്റിംഗ് വരുന്നത്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമായിരുന്നു. നമുക്കൊരു 5 സെക്കൻഡ് പോലും വേണ്ട നമുക്കിത് കറപ്പിച്ചിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാൻ വേണ്ടി. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 equal resistors are connected in series across a constant voltage source. The total power consumed is P. If the same resistance are connected in parallel, the new total power is given by. ഏതായിരിക്കും? ഇത് നമ്മൾ ലാസ്റ്റ് ടൈം സോൾവ് ചെയ്തതാണ്. ഇത് കോൺസെപ്റ്റ് പരമായുള്ള സാധനമാണ്. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ഈക്വൽ വാല്യൂ ആണ്. അക്രോസ് എന്താ ടോട്ടൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
അതിനുശേഷം അത് നേരെ ഊരിയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോഴും കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് പവറിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, വി പി ഇസിക്കൽ വി ഐ പി ഇസിക്കൽ വി സ്ക്വയർ ബൈ ആർ പി ഇസിക്കൽ ഐ സ്ക്വയർ ആർ. അപ്പൊ ഇതിനകത്ത് കോൺസ്റ്റന്റ് ഏതാ? വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ്, റെസിസ്റ്റൻസ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ പി ഇസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പവർ സീരീസ് ആയിട്ടിരിക്കുമ്പോൾ പവർ എഴുതുക, പാരലൽ ആയിട്ടിരിക്കുമ്പോൾ പവർ എഴുതുക. അപ്പൊ സീരീസ് ആയിട്ടിരിക്കുമ്പോൾ എന്താ? പി സ്ക്വയർ ബൈ ആർ. ആർ എന്ന് പറയുന്നത് എന്താ? സീരീസ് ആകുമ്പോൾ 2r ആർ പ്ലസ് ആർ ആണ് വരുന്നത്. പാരലൽ വരുമ്പോൾ r/2 ആണ് അവിടെ വരുന്നത് അല്ലെ? പാരലൽ വരുമ്പോൾ നേരെ പകുതി ആകുമല്ലോ. അപ്പൊ r/2 ആണ് വരുന്നത്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. അതിന്റെ സൊല്യൂഷൻ നമ്മുടെ തൊട്ട് മുന്നത്തെ സെഷനിൽ നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, സംശയമുള്ളവർ നോക്കുക. നിങ്ങൾക്ക് എ ആണ് ആൻസർ വരുന്നത്, 4C ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഇതെന്ന് പറയുന്ന പാരലൽ എന്ന് വെച്ചാൽ എന്താണ് കോൺസെപ്റ്റ് എന്ന് വേണം, സീരീസ് എന്ന് പറയുന്നത് എന്താണെന്ന് കോൺസെപ്റ്റ് വേണം, പവറിന്റെ ഇക്വേഷൻസിനെ പറ്റി കോൺസെപ്റ്റ് വേണം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു 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 കോൺസെപ്റ്റ് പരമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഈക്വൽ റെസിസ്റ്റൻസ് അക്രോസ് എ ബി ഫോർ ദ ഫിഗർ 1 is. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഒരു ഫിഗറിന്റെ എ ബിക്ക് അക്രോസ് വരുന്ന ഈക്വൽ റെസിസ്റ്റൻസ് കണ്ടെത്തുക. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഈ ഒരു ടെർമിനലിൽ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ കൂട്ടി എഴുതും. പക്ഷേ ഈ ഒരു ഷോർട്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷോർട്ടേജ് നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട്, കാരണം കറണ്ടിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്തിൽ കൂടി ഒഴുകാനാണ് കറണ്ടിന്റെ പ്രത്യേകത, അവന്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാൻ സാധിക്കും. സോ ഈ 100 സീരീസ് ആണ്. ആ സീരീസ് കോമ്പിനേഷൻ ഈ 100 പാരലൽ ആണ്. ആ ഒരു കോമ്പിനേഷൻ ഈ മിച്ചം വരുന്ന 200 സീരീസ് ആയിരിക്കും. സോ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എനിക്ക് 800/3 എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു ആൻസർ വരുന്നത്. അപ്പൊ ഈ ഒരു ഷോർട്ട് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലാണ് ഇതിന്റെ ആൻസർ എല്ലാം ക്ലിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഓരോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെയും കോൺസെപ്റ്റ് നമ്മൾ പണ്ട് KVL കേസിന്റെ കേസൊക്കെ പറഞ്ഞല്ലോ, അപ്പോഴൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആ ഷോർട്ട് സർക്യൂട്ട് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരു ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ നേച്ചർ വരുന്നത് എന്നുള്ള കാര്യം, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കലിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോബ്ലമാറ്റിക് എക്സ്പെക്ട് ചെയ്ത് 20 മാർക്സ് വരുവാണെങ്കിൽ അതിനകത്തൊരു ഒരു 50% എങ്കിലും പ്രോബ്ലമാറ്റിക് ആയിരിക്കും. മിച്ചം വരുന്നത് മാത്രമായിരിക്കും, മിച്ചമുള്ള 50% മാത്രമായിരിക്കും നമുക്ക് അല്ലാത്ത തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ ഈ ഇത്തവണത്തെ എക്സാം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണേ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് എല്ലാ സബ്ജക്റ്റിനും തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിന്നെ കുറച്ച് റെഫറൻസ് ടെക്സ്റ്റുകളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആക്ച്വലി ഇത് ഓരോ ടെക്സ്റ്റുകളെ പറയുന്നുള്ളൂ. ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, ഓരോ സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയുള്ള ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിലും അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെറിയ ഒരു PSC ലെവൽ അല്ലെങ്കിൽ നല്ലൊരു ഒബ്ജക്റ്റീവ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് ഒക്കെ അത്യാവശ്യം അവൈലബിൾ ആണ് ബേസിക് സബ്ജക്റ്റുകൾക്ക് വേണ്ടി. അത് വാങ്ങിച്ച് പഠിച്ചാലും മതി. ഇല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ആണെങ്കിൽ ബേസിക് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ സതീഷ് ഗോപി KT ഒക്കെ റെഫർ ചെയ്യുന്ന ബുക്കാണ്. അപ്പൊ അത് അത്യാവശ്യം ഉള്ള കണ്ടന്റ് ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ബുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഇലക്ട്രിക്കലിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവ് ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്, JB ഗുപ്തയുടെ ഒരു ടെക്സ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ തെരേജയുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് വോളിയം 1 വോളിയം 2 ഒക്കെ അവൈലബിൾ ആണ്. അതായത് കണ്ടന്റ് വൈസ് അത് ഒബ്ജക്റ്റീവ് തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക് സബ്ജക്റ്റ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ചാർട്ട് പബ്ലിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് അവൈലബിൾ ആണ്. ഏറ്റവും ബെറ്റർ JB ഗുപ്ത തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് പ്രോഗ്രാമിംഗ് സി അനിത ഗോയൽ ആൻഡ് അജയ് മിത്തലിന്റെ ഒരു ടെക്സ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് പഠിക്കാൻ വേണ്ടി ഈ ഒരു ഓഥറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബൈ ഷോണിയുടെ ഫണ്ടമെന്റൽസ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സിന് വേണ്ടി ബോയിൽസ്റ്റഡ് കുറച്ച് വലിയ ബുക്കാണ്, എന്നാലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ബോയിൽസ്റ്റഡിന്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് OP ഖന്ന സാറിന്റെ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിനൊക്കെ വേണ്ടി. ഇപ്പൊ ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചില ടെക്സ്റ്റുകളുടെ എങ്കിലും
അനറ്റിക്കലാണ്, PDF അവൈലബിൾ ആണ് ചില ടെക്സ്റ്റുകളുടെ എങ്കിലും. ദെൻ ഫ്രീ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കുന്നു ഡൗൺലോഡ് ചെയ്യാൻ. ഗൂഗിൾ ബുക്സിലൊക്കെ ചിലപ്പം ചില പേജസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ചില ടെക്സ്റ്റുകളുടെ ഒക്കെ. അപ്പോൾ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ഗൂഗിൾ ബുക്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചില ടോപ്പിക് വൈസ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ചില ഒബ്ജക്റ്റീവ് ടെക്സ്റ്റുകൾസ് ഒക്കെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗൂഗിൾ ബുക്സിലൊക്കെ. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ദെൻ കണ്ടന്റ് വൈസിനേക്കാൾ ഉപരി കുറച്ചുകൂടെയും വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന textbook.com എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള കാര്യമാണ്. അതിൽ ഫ്രീ ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്രീ ആയിട്ട് കുറച്ച് എക്സാംസ് ഒക്കെ എഴുതി നോക്കാൻ പറ്റും. അത് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. textbook.com നോക്കുക, അതിനകത്ത് സബ്ജക്ട് വൈസ് സെർച്ച് ചെയ്യുക, ഏതെങ്കിലും ടോപ്പിക് സെർച്ച് ചെയ്യുക, ടോപ്പിക് വെച്ചിട്ട് textbook.com സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾ ഇന്ത്യ വൈസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ എക്സാം വേദ വലിയ കുഴപ്പമില്ല. ദെൻ സാൻ ഫൗണ്ടറിയും, പക്ഷെ ഇതൊന്നും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല, കുറച്ച് ഈസി ചെറിയ ചെറിയ എക്സാംസിനൊക്കെ ആയിരിക്കും നല്ല എക്സാം വേദയും സാൻ ഫൗണ്ടറിയൊക്കെ. ഗ്രേഡ് അപ്പ് നല്ല ഒരു കണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യാബിക്സ് അത്യാവശ്യം ഭയങ്കര വാസ്റ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്ത്യാബിക്സ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളൊക്കെ ഉള്ളൂ, പക്ഷെ നല്ലതാണ്. ദെൻ objectivebooks.com എന്ന് പറയുന്ന ഒരു പ്രൊവൈഡറും കൂടെ ഉണ്ട്. ഏറ്റവും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന textbook.com ഫോളോ ചെയ്യുവാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മൾ തരുന്നതിനേക്കാൾ ഉപരി അതും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധമൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. സോ പ്രോപ്പർ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ എബിലിറ്റി അനുസരിച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റഡി പ്ലാൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക. ഒരു 4 to 6 hours ഡെയിലി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈം മാനേജ് ചെയ്യുക. ഈവൻ വർക്കിംഗ് ഡേ പറ്റിയില്ലെങ്കിൽ വീക്കെൻഡിലാണെങ്കിലും അത് കോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് വെക്കുക. പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല ഡിറ്റർമിനേഷനോട് കൂടി തന്നെ പോവുക. ഒരിക്കലും 75 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ 75th ആവാതെ ഫസ്റ്റ് പേഴ്സണിന് വേണ്ടി ആകാൻ വേണ്ടി എപ്പോഴും ട്രൈ ചെയ്യുക. 60 ഞാനിപ്പോ 67 ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ 67 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്തവണ 70 പ്രതീക്ഷിച്ചോളൂ. 70 പ്രതീക്ഷിക്കേണ്ട, ഒരു 60ക്ക് 70ക്ക് ഇടയിൽ തന്നെയായിരിക്കും ഇത്തവണത്തെ കട്ട് ഓഫ്. ദാറ്റ് മീൻസ് ഒരു 30 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് വിട്ട് കളയാനുള്ളൊരു ഒരു അനുവാദമുള്ളൂ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു 25 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ, തെറ്റിച്ച് കളയാനോ സ്കിപ്പ് ചെയ്യാനോ നിങ്ങൾക്ക് അനുവാദമുള്ളൂ. ബാക്കി 75 ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണം. അത്രയും എഴുതണമെങ്കിൽ ഈ പറയുന്ന 6 മോഡ്യൂൾസിലെയും ഒരു ടോപ്പിക്ക് പോലും വിട്ട് കളയാതെ പഠിച്ചാൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അത് നല്ല കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോവുക. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി വൈകിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് തന്നെ ഈ സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് സിലബസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആരാണ് ചോദ്യം എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ? ഫസ്റ്റ് അഭിഷേക്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു മെസ്സേജ്. അഭിഷേക് ചോദിച്ചിട്ടുണ്ട് സിലബസ് മാറാൻ ചാൻസ് ഉണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുണ്ടോ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ സിലബസ് മാറാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ന് പറയുന്നത് ഫോർ ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ബേസിക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാനേജ്മെന്റ്. ഇത് മാനേജ്മെന്റിന്റെ ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റും കൂടെ വരും. അപ്പം സിലബസ് ഇത് തന്നെ ആയിരിക്കും. മേ ബി സിലബസ് മാറുക ഇൻ ദ സെൻസ് ടോപ്പിക്കുകളുടെ പേരും അതിന്റെ മോഡ്യൂളൊക്കെ മാറിയാലേ ഉള്ളൂ. പക്ഷെ കണ്ടന്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 85% സെയിം തന്നെയായിരിക്കും. സിലബസ് മാറാൻ തീരെ സാധ്യത കുറവാണ് ഈ എക്സാമിന് വേണ്ടി. വൈ? ബിക്കോസ് ഇതിനകത്ത് ഫോർ ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ സിലബസ് ഓൾമോസ്റ്റ് ഒരു 85%, 90% ഇത് തന്നെയാണ് ചാൻസ് ഉള്ളത്. ദെൻ അഖില വിയ ചോദിച്ചിട്ട് എക്സാം അപ്രോക്സിമേറ്റ് ഏത് മന്ത് ആയിരിക്കും? യൂഷ്വലി നമ്മുടെ PSCയുടെ നിലവിലുള്ള പോക്ക് അനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ ഒരു 8 months എക്സാം ഇടാറുണ്ട്.
അതാ PSC ഒരു 2-3 വർഷമായിട്ട് അത് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മെയിലായിരുന്നു ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ എൻഡ് ഡേറ്റ് എന്ന് പറയണേ. അപ്പോ ഒരു 8 ഡിസംബർ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഡിസംബർ 5, 8, 11, ഓക്കെ, ജനുവരി. അപ്പൊ ഫെബ്രുവരി കാലഘട്ടത്തോടനുബന്ധിച്ച് മോസ്റ്റ് പ്രോബബിളി കാണാൻ സാധ്യതയുണ്ട്. അപ്പം അതിനപ്പുറത്തോട്ട് പോകാൻ സാധ്യതയില്ല. ഒരു 8 മന്ത് ആണ് PSC യുടെ യൂഷ്വൽ ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു ഫെബ്രുവരിക്ക് അപ്പുറത്തൊക്കെ എക്സ്പെക്ട് ചെയ്യണ്ട. ഫെബ്രുവരിക്ക് ഇപ്പ തന്നെ കാണുന്ന എക്സ്പെക്ട് ചെയ്തോളൂ. ദെൻ സുൽഫിയ എം ചോദിച്ചിട്ടുണ്ട്, സാർ നെഗറ്റീവ് മാർക്ക് ഇങ്ങനെ 1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഒരു സ്റ്റേജേ ഉള്ളൂ, നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ ഇന്റർവ്യൂ കാണുമായിരിക്കും. PSC ഒക്കെ അങ്ങനെയുള്ള ഒരു എക്സാം ആണുള്ളത്. ദെൻ മോസ്റ്റ് പ്രോബ്ലി ഇന്റർവ്യൂ കാണാൻ ഇന്റർവ്യൂ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ മെയിൻ എക്സാമും ദെൻ ഇന്റർവ്യൂ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. ആരാണ് ചോദിച്ചിരിക്കുന്നത്? സബ്ജക്ട് സെപ്പറേറ്റ് വാങ്ങിക്കാനുള്ള വകുപ്പുണ്ട്, അതായത് ഇലക്ട്രിക്കൽ ക്ലാസ് മാത്രം ആപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? അത് അക്കാഡമിയോട് ചോദിച്ചു നോക്കണം. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് നമ്മുടെ മെൻറ്ററോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കാം. എന്നിട്ട് അജ്മലിനോട് കോൺടാക്ട് ചെയ്യുമല്ല ഞാൻ പറയാം. എനിക്കൊന്ന് മൊത്തത്തിലുള്ള പാക്കേജ് ആണെന്നാണ് എനിക്ക് എൻ്റെ അറിവ്. ചെയ്ത ക്വസ്റ്റ്യൻസിലെ 40 ആൻസർ വന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? രഗിൽ രാജീവ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലാസ്റ്റ് വീക്കില് ഇലക്ട്രിക്കലിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ഡെറിവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. കാരണം ആ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം. അത് ആ ഒരു വീഡിയോ നോക്കുക, നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എനിക്ക് എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 1 നമ്മുടെ ക്ലാസ് കിടപ്പുണ്ട്. അത് നോക്കിക്കോളൂ, അത് റെഫർ ചെയ്തോളൂ. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമി നമ്മുടെ മെന്ററിനോട് ചോദിച്ചാൽ മതി, ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ മെന്ററിന് ഞാൻ കൊടുത്തോളാം. ഒക്ടോബർ 1 ഏണത്തിന്റെ ബിഗ് ലേണിംഗിന്റെ ഒരു വെബിനാർ ഉണ്ടായിരുന്നു, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ താങ്ക് യു സാർ, താങ്ക് യു. അച്മലവി സാർ, MCQ ബാച്ച് തുടങ്ങിയ നാളെ MCQ ബാച്ച് അല്ല. ഓക്കെ, അത് പറയാം. അത് നമുക്ക് അക്കാഡമിയോട് പറഞ്ഞേക്കാം. MCQ ബാച്ച് അല്ല, അതായത് MCQ മാത്രം ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അത് പറയാമേ, എന്നിട്ട് പറഞ്ഞേക്കാം. അത് പറ്റി പോസിബിൾ ആണോ എന്ന് ഞാൻ അവരോട് സംസാരിച്ചിട്ട് മെന്ററിനോട് കോൺടാക്ട് ചെയ്യാൻ പറയാം. സിലബസ് ചേഞ്ച് ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചേഞ്ച് കാരണം അത് എന്താണ്, ഫോർ ഓൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റും കാണും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും. അതുകൊണ്ട് സിലബസ് ചേഞ്ച് ആവില്ല. ചെറിയ മോഡിഫിക്കേഷൻസ് വരും. ചില ടോപ്പിക്കുകൾ ഒഴിവാക്കുകയും ചില സബ്ജക്ട് റിമൂവ് ചെയ്യുക, അങ്ങനെയൊക്കെയാണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 85% ഇത് തന്നെയായിരിക്കും സിലബസ്. കാരണം എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ ഓർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ സിവിലിൽ നിന്ന് എന്തായാലും ചോദിക്കണം, മെക്കാനിക്കലിൽ നിന്ന് ചോദിക്കണം, ഇലക്ട്രിക്കലിൽ നിന്ന് ചോദിക്കണം, ECE നിന്ന് ചോദിക്കണം, കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദിക്കണം. സോ സിലബസ് ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും, ചേഞ്ച് ചെയ്യത്തില്ല. ദെൻ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്താലേ ഉള്ളൂ, പുതിയ എന്തെങ്കിലും സബ്ജക്റ്റുകളോ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താലേ ഉള്ളൂ. അല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. Okay, thank you. ഓക്കെ, അപ്പൊ വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? സാർ സിലബസ് മാറാൻ ചാൻസ് ഉണ്ടോ? സിലബസ് മാറാൻ മോസ്റ്റ് പ്രോബ്ലി വലിയ ചാൻസ് കാണുന്നില്ല. ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം 1-2 ടോപ്പിക്സ് വന്നേക്കാം. എന്താ പറയാ, ഇനിയിപ്പോ അഡീഷണൽ ആയിട്ട് ഇനി ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചത് ഈ സിലബസ് ഇല്ലാത്തുള്ളത് എന്തൊക്കെയാ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാത്ത സബ്ജക്റ്റിനകത്തുള്ളത്. ഇനി അതെങ്ങാനും ആഡ് ചെയ്താൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ മോസ്റ്റ് പ്രോബ്ലി ഒരു 80-85% ഈ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. കൂടുതൽ ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം എഞ്ചിനീയറിംഗ് ഫോർ ഓൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞേക്കണേ. സോ അതുകൊണ്ട് തന്നെ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബേസിക് സിവിലും മെക്കാനിക്കലും ആ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളെല്ലാം കാണും. ഇനി വേരിയേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കൂടാം, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക്കും കൂടെ ഉൾപ്പെടുത്താം. അങ്ങനത്തെ ഒരു മൈന്യൂട്ട് ആയുള്ള ഒരു 20% നമുക്ക് എന്തായാലും വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ബാക്കി ഒരു 80-85% സെയിം തന്നെ ആയിരിക്കും. ഓക്കെ സാർ. ഓക്കെ, നിഖിൽ ഫീ എത്രയാണെന്നല്ലേ, അത് നമ്മുടെ മെൻഡറിനോട് ചോദിച്ചു. മെൻഡർ പറയുമേ എന്റെ ഫീ എത്രയാണെന്നൊക്കെ ഉള്ളത്. അത് ഫീ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മെൻഡർ കോണ്ടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മെൻഡറിനോട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. മെൻഡറിനായിരിക്കും അറിയാവുന്നത്. നിഖിൽ ഫീ ഞാൻ മെൻഡറിനോട് പറഞ്ഞേക്കാം. ഈ നിങ്ങളുടെ IEOന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആണോ? ക്വസ്റ്റ്യൻ ബാങ്ക് ഹെൽപ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പം നിലവിൽ PSC എന്ന് പറയുമ്പോൾ ഏത് എക്സാം ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയുള്ളൂ. അതിനകത്ത് കൂടുതൽ വേരിയേഷൻ ഒന്നും വരത്തില്ല. അപ്പോൾ ഇപ്പൊ ഇതുവരെ ഏത് എക്സാം നോക്കിയാലും അപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ കോൺസെപ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പൊ ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പം പ്രിപ്പയർ ചെയ്തിട്ട് തരുന്നത് വെച്ചാൽ ഇത്രയും നാളും ഓൾമോസ്റ്റ് ഒരുപാട് എക്സാംസിൽ നിന്നുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കാണ്. അതായത് ഒരു മോട്ടർ എടുക്കുവാണെങ്കിൽ ആ മോട്ടറിൽ നിന്ന് എന്തൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൽപ്ഫുൾ ആണ്, ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ആണ്. അതിൽ നിന്നല്ലാതെ കൂടുതലൊന്നും നമുക്ക് എക്സാമിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു എക്സാമിന്. അപ്പൊ നിലവിൽ നമ്മളിപ്പം വെറുതെ ഒരു ഇലക്ട്രിക്കൽ മെഷീൻ, ഞാൻ ഇലക്ട്രിക്കൽ ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഒരു ജനറേറ്റർ എടുക്കുവാണെങ്കിൽ അതിൽ ഒരു 50 ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ ആ 50 ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അങ്ങ് ഗേറ്റ് മുതൽ നമ്മൾ താഴെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു PSC എക്സാം ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു റേഞ്ച് മാത്രമേ എല്ലാ സബ്ജക്റ്റിനും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളും കൂടെ അഡീഷണൽ നോക്കുക. ഇപ്പൊ നമ്മളൊരു 100 ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഭാഗത്തും കൂടെ ഇടുവാണെങ്കിൽ അതിൽ കൂടുതലൊന്നും വേറെ ചോദിക്കേണ്ട സാധ്യതയൊന്നുമില്ല. ഒരേ സബ്ജക്റ്റിനും ചോദിക്കേണ്ട സാധ്യതയൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സും
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈറ്റുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കലിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഉള്ളവരാണെങ്കിൽ ഒരു പരിധി വരെ ലാസ്റ്റ് സെഷനിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ആ PSC ചോദിച്ചിട്ടുണ്ട്. ആ ഒരു എക്സാമിൽ ചോദിച്ചത് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് 22 ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് 18-19 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുകയും ആ ടോപ്പിക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുകയും കൂടെ ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്കും നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിനൊക്കെ അതൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതിലെ ട്രിക്കി ആയിട്ട് നേരത്തെ പറഞ്ഞില്ല ഷോർട്ട് സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതൊക്കെ നിങ്ങൾ ആ ഒരു എക്സാം ടൈമിൽ നിങ്ങളുടെ ചിന്താഗതിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനെ ക്രാക്ക് ചെയ്യുന്നതൊക്കെ. സോ ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ക്ലാസ്സും നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ തന്നെയാണ്. ഹാർഡ് കോപ്പി അവൈലബിൾ നമ്മൾ യൂഷ്വലി ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ അല്ലാതെ സോഫ്റ്റ് കോപ്പിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാർഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഞാൻ നമ്മുടെ വെണ്ടറിനോട് പറയാം, ഹാർഡ് കോപ്പി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു നോക്കാം, ഹാർഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന്. ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിഖിൽ അല്ലേ, ഓക്കെ, നിഖിലിനെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിഖിലെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ വെണ്ടറിനോട് പറഞ്ഞേക്കാം ഹാർഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുകയില്ലാന്ന്. ഹരിതക്കയം എക്സാം ജനുവരിയിൽ ഉണ്ടാകുമോ? നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് നമ്മൾ PSC കാര്യമാണ്, നമുക്ക് നേരത്തെ പ്രതീക്ഷിക്കാം, താമസിച്ചും പ്രതീക്ഷിക്കാം. യൂഷ്വലി ഒരു 8 months ആണ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് വിത്തിൻ 8 months ആണ് PSC കാര്യങ്ങളൊക്കെ നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ ആകാം, താമസിക്കാം. ഒരു ജനുവരിക്ക് ഞാൻ എഗെയിൻ പറയുന്ന ഫെബ്രുവരിക്ക് അപ്പുറം പോകില്ല. മേ ബി ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിൽ കാണാൻ സാധ്യതയുണ്ട്. ഇതിലെയും കലണ്ടർ ഞാൻ റീസെന്റ് എന്ത് കലണ്ടർ വന്നെന്ന് ഞാൻ നോക്കില്ല PSC സൈറ്റിൽ. നിലവിലൊന്നും വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. ഫെബ്രുവരിക്ക് അപ്പുറത്തോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ അങ്ങനെ ഡേറ്റ് എക്സ്പെക്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇപ്പോഴേ സ്റ്റഡി പ്ലാൻ തന്നോളൂ. നിങ്ങൾക്ക് അഡീഷണൽ ഡേറ്റ് കിട്ടുവാണെങ്കിൽ അത്ര നല്ലതാണല്ലോ. അപ്പം അഡീഷണലി 1 month കിട്ടുവാണെങ്കിലോ 2 month കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രം നോക്കുക. അല്ലാതെ നിങ്ങൾ ആ ഒരു ടൈം സ്ലോട്ട് വെച്ച് നിങ്ങൾ പഠിക്കാതിരിക്കുക. ക്ലാസ് മെറ്റീരിയൽ പ്രിന്റബിൾ ആണ്, വീട്ടിലേക്കും പറഞ്ഞിട്ടുണ്ട്, പ്രിന്റബിൾ ആണ്. എനിക്കൊന്ന് നമ്മൾ PDF പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ PPTയുടെ എല്ലാം PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ പ്രിന്റബിൾ ആയിരിക്കും, PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ, കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വിവേക് സുബ്രഹ്മണ്യ കോഴ്സ് ഫീ നമ്മുടെ മെന്റർ ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ജിനേഷ, ഓക്കെ, താങ്ക് യു. ലിങ്ക് ഒരു മിനിറ്റ്. അത് ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പിൻ ചെയ്തിടാൻ പറയാമേ.
ലാസ്റ്റ് ഒക്ടോബർ 1 നടന്ന ക്ലാസ് ആയിരുന്നു. അത് ഞാൻ പിൻ ചെയ്ത് തരാൻ പറയാം. ഒരു ലൈവ് വെബിനാർ ആയിരുന്നു ഇത്. ഇത് ഇവിടെ കിടപ്പുണ്ടല്ലോ, ഒക്ടോബർ. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നോക്കിയോളൂ. ഞാനിപ്പോൾ ലിങ്ക് അയച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ടൈമിലുള്ള ചോദ്യങ്ങളാണ്. അതെ, ഓക്കെ. അതിനകത്ത് ഒരു 22 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. നമുക്ക് പിന്നീട് ഒരു ഒക്കേഷൻ കിട്ടുമ്പോൾ പറയാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മെൻറ്റർ നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻസും ഈ കോഴ്സ് ഫീയുടെ കാര്യം, പിന്നെ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് കിട്ടുന്ന കാര്യം, മെറ്റീരിയൽസ് പ്രിന്റബിൾ ഹാർഡ് കോപ്പി അവൈലബിൾ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മെൻറ്റർ, നമ്മുടെ ബിഗ് ലേണിങ്ങിൻ്റെ മെൻറ്റർ അറിയിക്കും. അല്ലെങ്കിൽ നമ്മുടെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളും. ഓക്കെ. അപ്പോൾ ആരാ മെൻറ്റർ, ഇപ്പോൾ ആരാണ് ഓൺലൈൻ ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പം അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്.